നമുക്ക് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. അപ്പോസ്തലനായ പൗലോസ് ഫിലോമോൻ എഴുതിയ ലേഖനമാണ് ചിന്തിക്കുന്നത്. ഫിലോമോൻ എഴുതിയ ലേഖനം. പ്രാർത്ഥിക്കാം. ദൈവമേ കരുണ കാണിക്കണേ, ദൈവമേ സഹായിക്കണമേ. ദൈവമേ, സ്വന്തം ശക്തി കൊണ്ടും തഴക്കം കൊണ്ടും പഴക്കം കൊണ്ടും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും അങ്ങയുടെ കൃപ ആവശ്യമാണ്. ആ കൃപ തന്നോണേ എന്ന് പ്രാർത്ഥിക്കും. ഈ രാത്രി കൃപ വന്ന് സഹായിക്കും. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. അപ്പോസ്തലനായ പൗലോസ് ഫിലോമോൻ എഴുതിയ ലേഖനം. ആ ഒരു ലേഖനം നമുക്ക് ഈ രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് ധ്യാനിക്കാം. ലേഖനങ്ങൾ വായിക്കപ്പെടുമ്പോൾ പശ്ചാത്തലം വലിയൊരു കാര്യമാണ്. എന്താണ്, ഏതാണ്, എവിടെയാണ് അതറിയുന്നത് നല്ലതാണ് പഠിക്കാൻ വേണ്ടി. ഈ വ്യാഖ്യാതാവ് അഥവാ ഒരു ബൈബിൾ പ്രഭാഷകൻ്റെ ഏറ്റവും വലിയൊരു ദൗത്യം എന്ന് പറയുന്നത് ബൈബിൾ എഴുതിയ കോണ്ടസ്റ്റ് ഇന്നുകൊണ്ട് ആ വചനത്തെ മനസ്സിലാക്കിയിട്ട് ആ വചനത്തെ ഇന്നിൻ്റെ കോണ്ടസ്റ്റുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് വ്യാഖ്യാതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം, അല്ലേ? എഴുതപ്പെട്ട പശ്ചാത്തലത്തിൽ വേദപുസ്തകം മനസ്സിലാക്കി എഴുതപ്പെട്ട പശ്ചാത്തലത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് ഇന്നിൻ്റെ പശ്ചാത്തലവുമായിട്ട് ബന്ധിപ്പിക്കുക. പക്ഷേ 2000 വർഷം മുമ്പ് അല്ലെ അതിനേറെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പല പശ്ചാത്തലങ്ങളിൽ നിന്നുകൊണ്ട് എഴുതപ്പെട്ട ഈ പുസ്തകം എന്തുമാത്രം മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു സമൂഹത്തിലാണ് ഇന്ന് പ്രസംഗിക്കുക. പക്ഷേ അപ്പോഴും നമ്മുടെ കണ്ണ് നനയുന്നത്, അപ്പോഴും നമ്മൾ അതിനോട് പ്രതികരിക്കുന്നതാണ് ഇതിൻ്റെ ദൈവനിശ്വാസ്യത, അല്ലേ? എത്ര വർഷങ്ങളുടെ ഗ്യാപ്പായി. നമുക്കതിനറിയാം. നമ്മുടെ കാലഘട്ടത്തിലെ പല ക്ലാസിക് പുസ്തകങ്ങളും നമ്മൾ വായിച്ചിരുന്ന പല നോവലുകളും ഇന്ന് പിള്ളേർക്ക് അന്യമാണ്. അവർക്ക് അതിനോട് താല്പര്യമില്ലാത്ത കാലം. പക്ഷേ ഇന്നും ബൈബിള് ദൈവനിശ്വാസമായതുകൊണ്ടാണ് ഈ ഉത്തരാധുനിക ലോകത്തിൽ അത് വായിക്കുമ്പോൾ മനുഷ്യർക്ക് പരിവർത്തനങ്ങളുണ്ടാകും, വ്യത്യാസങ്ങളുണ്ടാകും. അതാണ് ബൈബിളിൻ്റെ ദൈവ വിശ്വാസി. അത് തെളിയിക്കുകയാണ് ബൈബിൾ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ പശ്ചാത്തലം മനസ്സിലാക്കുക ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ നമുക്ക് ഈ ലേഖനത്തിൻ്റെ ഒരു പശ്ചാത്തലം 10-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ഒരധ്യായമേ ഉള്ളൂ. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച, എന്നോട് ജെയിംസ് മാസ്റ്റർ ചോദിച്ചത് വെള്ളം വേണമെന്നാണ്. ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ. വേറൊരാളാണെങ്കിൽ പുള്ളി അത്രയും വെള്ളം കൊണ്ട് തരത്തൊന്നുമില്ല. എന്നോടുള്ള ഒരു വലിയ അടുപ്പമുണ്ട്. അതുകൊണ്ടാണ്, മനസ്സുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പമുണ്ട്. അപ്പോൾ തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തടവിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. തടവിൽ കിടന്നുകൊണ്ട് എഴുതുകയാണ്. തടവ്, ജയില് സുവിശേഷ നിമിത്തമുള്ള തടവാണ്. നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നിൻ്റെ കാലഘട്ടത്തെ നോക്കുമ്പോൾ ഒരുതരം ജയിൽ നിറയ്ക്കൽ സമരമാണ് പരിപാടിയാണ് ഉത്തരേന്ത്യയിലൊക്കെ നടക്കുക. സത്യമാണ്, നിഷേധിക്കാനാവാത്ത സത്യമാണ്. ജയിൽ നിറയ്ക്കൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? സമരം, പിടിച്ചോണ്ട് പോവുക, ജയിൽ. അതൊന്നുമല്ല, ഉള്ള സുവിശേഷകരെ ഒത്തിരി എണ്ണത്തെ പിടിച്ച് ജയിലിലിടുന്ന ഒരു കാലഘട്ടമാണ്. ഒരുതരം പാഷന്മാരാണ് മിക്കവാറും ജയിലിലൊക്കെ എന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ അറിയുന്നതും കേൾക്കുന്നതുമൊക്കെ ഷെയർ ചെയ്യുന്നതും നമുക്കറിയാവുന്നവരെക്കുറിച്ചാണ്. നമ്മുടെ അറിവിലല്ലാത്ത എത്രയോ പേര് ജയിലിലുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷേ അവിടെ നമ്മൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. സുവിശേഷകന് തടവുണ്ട്, പക്ഷേ സുവിശേഷത്തിന് എന്തില്ല? തടവില്ല. അതുകൊണ്ടാണ് ഇന്നും രാത്രിയിൽ ഇത് പ്രസംഗിക്കപ്പെടുക. സുവിശേഷത്തെ തടവിലാക്കാൻ ആരെല്ലോ നോക്കി, ലോക സാമ്രാജ്യങ്ങൾ നോക്കി, ഭയങ്കര ശക്തന്മാർ നോക്കി. പക്ഷേ ഇന്നും ജയഭേരി മുഴക്കി സുവിശേഷം പരക്കുന്നതും നിലനിൽക്കുന്നതും പ്രസംഗിക്കപ്പെടുന്നതും ഒരു സത്യമാണ്. സുവിശേഷകന് തടവുണ്ട്, പക്ഷേ സുവിശേഷത്തിന് എന്തില്ല? തടവില്ല. ബന്ധനങ്ങളില്ലാത്ത സുവിശേഷം. ഒന്ന് സ്തോത്രം ചെയ്തായിട്ട്. ബന്ധനങ്ങളില്ലാത്ത സുവിശേഷത്തിന് തടവുണ്ടോ? ഇല്ല. സുവിശേഷത്തെ തടവിലാക്കാൻ ഒക്കുമോ? ഇല്ല. അതിനല്ലേ എല്ലാവരും ശ്രമിക്കുക. പക്ഷേ സുവിശേഷകരുടെ തടവ് പോലും സുവിശേഷ വ്യാപ്തിക്ക് കാരണമാകുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇവിടെ തടവിൽ കിടക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. പക്ഷേ അവിടേക്ക് മറ്റൊരു തടവുകാരൻ വന്നു. ആ തടവുകാരൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ആരാണ്? ഒനേസിമോസ്. ഒനേസിമോസ് എന്ന് പറയുന്ന വ്യക്തി ഒരടിമ ആയിരുന്നു എന്ന് കാണാൻ കഴിയും. ഫിലോമോൻ്റെ വീട്ടിലെ ദാസനാണ്. പക്ഷേ ആ ദാസനെ അവിടേക്ക് ചെല്ലപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായി കാണും. അതുകൊണ്ട് താഴെ വരുമ്പോൾ കാണുന്നുണ്ട്, അവൻ നിനക്ക് എന്തെങ്കിലും തരാൻ കടംപെട്ടിട്ടുണ്ടെങ്കിൽ പൗലോസ് എന്ന ഞാൻ സ്വന്തം കയ്യാൽ എന്ത് ചെയ്തുകൊള്ളാം? തന്നുകൊള്ളാം. എന്തൊക്കെയോ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒനേസിമോസ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ എവിടെയായിരുന്നു അവിടേക്ക് അയക്കുക. അതൊരു വലിയ കാര്യമാണ്. സുവിശേഷ നിമിത്തം ഒരാൾ കർത്താവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ അവൻ എവിടെയായിരുന്നു അവിടേക്ക് അയക്കണം. അവിടെ ആദ്യം എവിടെയാണ്? യെരുശലേമിലും യഹൂദിയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം. അപ്പോൾ അവന് നിൻ്റെ അടുക്കിലേക്ക് മടക്കി അയക്കാൻ വേണ്ടി അവൻ്റെ കയ്യിലേക്ക് ഒരു കത്ത് കൊടുത്തു വിടുകയാണ്. അവിടെ ഒരു വാക്ക് ഉണ്ട്, അവൻ്റെ മുമ്പേ നിനക്ക് പ്രയോജനം ഇല്ലാത്തവൻ, ഇപ്പോൾ എനിക്കും നിനക്കും ഒരുപോലെ പ്രയോജനമുള്ളവൻ. അപ്പം ഈ കത്ത് കൊടുത്തു വിടുന്ന ഒരു ചെറിയ കാര്യമാണ് നമ്മളിവിടെ കാണുക. പേഴ്സണൽ ലെറ്റർ ആണെങ്കിലും ഈ കാനോൻ പൂർത്തീകരിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവാണ് അതിനെ നിയന്ത്രിച്ചത്. സുന്നഹദോസുകളെയൊക്കെ നിയന്ത്രിച്ച്
കാനോൻ്റെ പൂർത്തീകരണത്തിൽ ഈ ഒരു ചെറിയ കത്ത് വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഭാഗമാകണമെന്ന് പരിശുദ്ധാത്മാവിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? അതിന് നമ്മളോട് സംസാരിക്കാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കത്ത് നമുക്ക് നോക്കാം. നമുക്കറിയാം പലതും നിർത്തി വരുന്നൊരു കാല. കമ്പിയില്ല കമ്പി എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താ? ടെലഗ്രാം ഉണ്ടോ ഇന്ന്? ഇല്ല. ചാകാത്ത ഒത്തിരി പേരെ കൊല്ലിച്ച ഒരു സാധനം അത്. ഫാദർ ഡൈഡ് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. ഉമ്മ അയക്കുമായിരുന്നു. ചക്കക്കുരു പോലുള്ള അച്ചായനെ കൊന്ന് അവധി മേടിച്ച് വന്ന ഒരു സാധനമാണ് അല്ലേ സ്റ്റാർട്ട്. എത്രയും അതിന്ന് ഇല്ല. ഉണ്ടോ? ഇല്ല. ഭയങ്കര രസകരമായ ഒത്തിരി തമാശകൾ ഈ ടെലഗ്രാമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പൊതുവേദി ആയതുകൊണ്ടും പ്രായമുള്ളവരുള്ളത് കൊണ്ടും ലൈവ് ആയതുകൊണ്ടും പറയത്തില്ല. പിള്ളേരുടെ കഥ സാധനമെങ്കിൽ ഞാൻ പറഞ്ഞേന്. എന്നാലും ഭയങ്കര രസകരമായ തമാശകളുണ്ട് അതിനെപ്പറ്റി. പോട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആ വ്യക്തിക്ക് കത്ത് കൊടുത്തു വിടുക. അപ്പം ടെലഗ്രാം തീർന്നു. പിന്നുള്ള ഒരു ഓർമ്മയാണ് എന്ത്? കത്ത്. കത്ത് ഇന്നില്ല. ഒരു വർഷത്തിനകത്ത് കത്തയച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആരും ഇല്ല കത്തയച്ച്. കത്ത് എന്തൊരു രസമായിരുന്നറിയാം. കത്ത് എഴുതിയിട്ടുണ്ടോ? എൻ്റെ എത്രയും പ്രിയപ്പെട്ട അച്ചായൻ അറിയുന്നതിന്. കത്തിനെക്കുറിച്ച് ഒത്തിരി കഥകളുണ്ട്. ഒരു 3-4 ഒരു കണ്ടം കയറി കുറേ നടന്ന് വേണം പോസ്റ്റ്മാന് ചെല്ലാൻ. അപ്പോൾ അവിടെ ഒരു വീടേ ഉള്ളൂ കത്ത്. പോസ്റ്റ്മാൻ ചുമ്മാ കത്തിങ്ങനെ നോക്കിയപ്പം അവിടെയും സുഖം ഇവിടെയും സുഖം. അപ്പോൾ ആൾ ചോദിച്ചപ്പോൾ എനിക്കാണോ കുഴപ്പം? കത്ത് കയറി കിടന്ന് അവിടെയും സുഖം ഇവിടെയും സുഖം. ഇതുകൊണ്ട് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. നമുക്കിത് വായിച്ചാൽ വലിയ അർത്ഥമൊന്നും. പക്ഷേ ഈ ഇല്ല മാസയോഗത്തിൻ്റെ കത്തെല്ലാം കാർഡേൽ അയക്കും. പേഴ്സണൽ ലെറ്ററെല്ലാം എന്തത്തെ അയക്കും? ഇല്ലൻ്റെ അയക്കും. ഇല്ലൻ്റെ കൈ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇങ്ങനെ തുറന്നു നോക്കുമായിരുന്നു. നോക്കിയിട്ടുണ്ടോ? ഈ സൈഡ് ഇങ്ങനെ പൊളിച്ചിട്ടിങ്ങനെ. വല്ലവൻ്റെ കത്ത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? അങ്ങനെ കത്തിൻ്റെ ഒരു കാലം. കത്തെഴുതുന്ന ഒരു രസമാണ്. പക്ഷേ ഇന്ന് ആരും കത്തെഴുതാറില്ല. പ്രേമലേഖനങ്ങൾ പോലും ഇന്ന് ആരും എഴുതാറില്ല. പക്ഷേ ശരിക്കും പ്രേമലേഖനമൊക്കെ എഴുതാൻ അവൻ ഭാഷ പഠിക്കുമായിരുന്നു. നിന്നെ ആദ്യം കണ്ടപ്പോൾ എൻ്റെ നെഞ്ചിൻ്റെ കോണിൽ ഒരു കതിന പൊട്ടി. അവൻ ഇച്ചിരി ഭാഷയൊക്കെ പഠിച്ചിട്ടായിരുന്നു എഴുതുന്നത്. അത് കാണുമ്പോൾ അറിയാം അവൻ എഴുതാനും വായിക്കാനും അറിയും. അതുകൊണ്ട് മിക്കവരും വല്ലവരും കൊണ്ട് എഴുതിക്കുന്നത് ആദ്യത്തെ കത്തൊക്കെ. എന്തിനാ? ഒരു ഇമ്പ്രഷനൊക്കെ തോന്നാൻ വേണ്ടി. നല്ല ഭാഷയിലാണ്. അപ്പോൾ ആ ഭാഷാശുദ്ധി എല്ലാം പോകാൻ കാര്യം കത്തുകളില്ലാത്തതുകൊണ്ടാണ്. കത്തും തീരുകയാണ്. ഇതൊരു വ്യക്തിപരമായ കത്താണ്. ആ കത്തിൽ അയക്കുകയാണ്. ആ കത്തയക്കുമ്പോൾ പറയുന്നു, അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ, ഇപ്പോൾ എനിക്ക് നിനക്ക് ഒരുപോലെ എന്തുണ്ട്? പ്രയോജനം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുവൻ രക്ഷാനുഭവത്തിന് മുമ്പ് പ്രയോജനമില്ലാത്തവനാണ്. നമ്മൾ പല്ലിനെക്കുറിച്ചും പറയുന്നൊരു വാചകമുണ്ട്. നമ്മളറിയാതെ നമ്മളെക്കുറിച്ചും പല്ലും പറയാറുണ്ടെന്നുള്ളത് മറക്കരുത്. ഗുണവും ഇല്ല ദോഷവും ഇല്ല. ഗുണവും ഇല്ല ദോഷവും ഇല്ല. ഗുണം വേണം വേണ്ടേ? രക്ഷാനുഭവത്തിന് ശേഷമുള്ളൊരു മാറ്റം എന്താണ്? എനിക്കും നിനക്ക് ഒരുപോലെ പ്രയോജനമുണ്ട്. അവനെ ഞാൻ അയക്കുന്നു എന്ന് പറഞ്ഞ് കത്ത് കൊടുത്ത് വിടുക. ഈ കത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവന് 15-ാമത്തെ വാക്യം, അവൻ അല്പകാലം വേർവിട്ടു പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. ഇതെൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയൊരു വചനമാണ്. അമ്മമാരുടെയൊക്കെ ഉറപ്പിലേക്ക് പറയുക. ഒരു നല്ല കുടുംബത്തിലെ പെൺകുട്ടി ഒരു സന്ധ്യയ്ക്ക് വീട്ടിൽ വന്നില്ല. മനസ്സിലാക്കാനേ ഉള്ളൂ, വീട്ടിൽ വന്നില്ല. പക്ഷേ അന്വേഷണത്തിൽ പിടികിട്ടി തീരെ ശരിയല്ലാത്ത ഏതോ ഒരു സ്ഥലത്ത് വഞ്ചിക്കപ്പെട്ട ഒരു അനുഭവത്തിൽ അവൾ ഇറങ്ങിപ്പോയതാണ്. ഞാൻ അന്ന് രാത്രി മുഴുവൻ തളർന്നു പോയ ആ മക്കളോടൊപ്പം ഇരിക്കുക, പേരൻസിനോടൊപ്പം നേരം വെളുക്കോളം ഇരുന്നു. അന്ന് ദൈവം തന്ന ഒരു വചനമാണ്, അല്പകാലത്തേക്ക് പോയത് സദാകാലത്തേക്കും ലഭിക്കേണ്ടതിനാണ്. ഏതായാലും ദൈവം ഒരു അത്ഭുതം ചെയ്തു. രാവിലെ സുബുദ്ധി തോന്നിയ കുട്ടി തിരിച്ചു വന്നു. പ്രായത്തിൻ്റെ അപക്വതയെ സംഭവിച്ചതാണ്. വിശുദ്ധീകരിക്കപ്പെട്ട് വിമലീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട കുട്ടി ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ഒരു കുടുംബിനിയായി കഴിയുന്നുണ്ട്. ഏതെങ്കിലും ഒക്കെ നിലകളിൽ തൽക്കാലത്തേക്ക് മക്കളൊക്കെ ഒന്ന് അപകടത്തിൽപ്പെട്ടെന്നൊക്കെ തോന്നി നിങ്ങൾ പ്രയാസപ്പെടുകയൊന്നും വേണ്ട. പ്രയാസപ്പെടണം, തകർന്നു പോകരുത്. അവനെ അല്പകാലത്തേക്ക് നഷ്ടപ്പെട്ടത് എന്തിനാ? സദാകാലത്തേക്ക് ലഭിക്കേണ്ടതിനാ. ഇവിടെ ഇരുന്ന പലരും ചിലരും ഇടക്കാലങ്ങളിൽ ഒന്നും നഷ്ടപ്പെട്ടതാണ്. പക്ഷേ ആരുടെയൊക്കെയോ കണ്ണീരും പ്രാർത്ഥനയും ഒക്കെ നമ്മളെ മടക്കി വരുത്തിയെന്നുള്ളതല്ലേ സത്യം? അതല്ലേ അതിൻ്റെ സത്യം? അല്പകാലത്തേക്ക് നഷ്ടപ്പെട്ട സമയങ്ങളിൽ കണ്ണീരോട് പ്രാർത്ഥിച്ച അച്ഛൻ കാണും, കണ്ണീരോട് പ്രാർത്ഥിച്ച അമ്മ കാണും, കണ്ണീരോട് പ്രാർത്ഥിച്ച ദൈവദാസന്മാരുണ്ട്, മാതാപിതാക്കളുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ ഒപ്പന് 2 മക്കൾ ഒന്ന് പോയി. നഷ്ടപ്പെട്ടത് പാരബിൾസ് ഓഫ് ദ ലോസ്റ്റ് എന്നുള്ള പേരിലാണ് എല്ലാവരും പഠിപ്പിക്കുക. പക്ഷേ എനിക്കതിനോട് ഒരു വലിയ ബുദ്ധിമുട്ട്. അത് ലോസ്റ്റ് എന്നുള്ള ഒരു പാരബിളല്ല, ലോസ്റ്റ് ആൻഡ് ഫൗണ്ടാ. പോയതെല്ലാം തിരിച്ചു കിട്ടിയതാണ്. ലോസ്റ്റ് ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാ പ്രസംഗിക്കുക? സുവിശേഷത്തിൻ്റെ സാങ്കത്യം എന്താ? എന്തിനാ പ്രസംഗിക്കുക? പോയ നല്ല സുവിശേഷം പറയുന്നത് പോയിട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ് സുവിശേഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞ് സദാകാലത്തേക്ക് ഒരു വ്യക്തിയും നഷ്ടപ്പെട്ടിട്ടില്ല, സദാകാലത്തേക്ക് ഒരു മക്കളും പോയിട്ടില്ല. അവനെ അല്പകാലത്തേക്ക് നഷ്ടപ്പെട്ടത് സദാകാലവും ലഭിക്കേണ്ടതിന്.
രാത്രി ഇതൊരു സന്ദേശമാണ്. ഭാരപ്പെടുന്ന ആരോടോ ദൈവാത്മാവ് പറയുന്നു, അന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടില്ല. വിശ്വസിച്ച് ആമേൻ പറയാവുന്നവരൊക്കെ ഒന്ന് ആമേൻ പറഞ്ഞേ. തെളിവ് ആരാ? തെളിവ് നമ്മളൊക്കെ തന്നെയാണ്. എവിടെങ്കിലുമൊക്കെ ഇടക്കാലങ്ങൾ ഇടറിപ്പോയിട്ടുണ്ട്. ഇടറിപ്പോകാത്ത ആരാ ഉള്ളേ? ഇടറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇടറിപ്പോയവരെയൊക്കെ കർത്താവ് എന്ത് ചെയ്തു? മടക്കി വരുത്തി. ഹല്ലേലൂയ. അവനെ അല്പകാലത്തേക്ക് നഷ്ടപ്പെട്ടത് സദാകാലത്തേക്ക് ലഭിക്കേണ്ടതിനാ. പാരബിൾസ് ഓഫ് ദ ലോസ്റ്റ് അല്ലത്, പാരബിൾസ് ഓഫ് ദ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്, തിരിച്ചു കിട്ടിയെന്നുള്ളതാണ്. ഹല്ലേലൂയ. അവനെ സദാകാലത്തേക്ക് അവൻ അല്പകാലം വേർപെട്ടു പോയത് സദാകാലത്തേക്ക് ലഭിക്കേണ്ടതിനാണ്. അതുകൊണ്ട് പറയുകയാണ്, അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരനാണ്. അപ്പം ഒറ്റയടിക്ക് അവൻ്റെ സ്റ്റാറ്റസ് മാറുകയാണ്. ഈ സ്ലേവറി ഇറാഡിക്കേഷൻ്റെ ഒക്കെ സമയത്ത് രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളൊക്കെ നടക്കുകയാണ്. നമ്മുടെ രാജ്യത്തും വർഗവിപ്ലവങ്ങളൊക്കെ ഉണ്ടാകായിട്ടുള്ള ഒരു രാജ്യമാണ്. പക്ഷേ ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്, രക്തരൂക്ഷിതമായ മറ്റൊരുവനെ കൊന്ന് ഉള്ള ഒരു വിപ്ലവമല്ല വേദപുസ്തകം വിഭാവനം ചെയ്യുന്ന വിപ്ലവം. ഇവിടെ പറയുകയാണ്, അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ ആരായി? പ്രിയ സഹോദരന്. അപ്പോൾ അതായിരുന്നു സുവിശേഷത്തിൻ്റെ വിപ്ലവം. ഈ പെന്തക്കോസ്ത് മൂവ്മെൻറ്റ് ശരിക്കും ഒരു വിപ്ലവ പ്രസ്ഥാനമായിരുന്നു. വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് കഴിയാത്തത് സാധിച്ചത് പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് നിഷേധിക്കാനൊക്കത്തില്ല. വലിയ അസമത്വങ്ങൾ കുടിയിരുന്ന നമ്മുടെ ഒരു നാട്ടിൽ സുവിശേഷ നിമിത്തം ഇറങ്ങി വന്നപ്പോൾ കണ്ടു, അച്ചായനും വലിയ അച്ചായനും തമ്പ്രാനും അടിയാനും ഒക്കെ ഒരുമിച്ച് ഒരു പായയിരിക്കുന്നു, ഒരുമിച്ച് കൈയടിക്കുന്നു, ഒരു അപ്പത്തിൽ നിന്ന് കഴിക്കുന്നു, ഒരു പാത്രത്തിൽ നിന്ന് കുടിക്കുന്നു. ഞെട്ടി സമൂഹം. വിപ്ലവമാ, സ്നേഹത്തിൻ്റെ വിപ്ലവം. സ്നേഹത്തിന് കുരിശിന് രണ്ട് തലങ്ങളാണ്. ഒന്ന് മേപ്പോട്ട് നിരപ്പിക്കും, രണ്ട് ഇരു സൈഡിലോട്ടും എന്ത് ചെയ്യും? നിരപ്പിക്കും. വിരിക്കപ്പെട്ട കൈകൾ അത് കാണിക്കുക. അപ്പം ഒറ്റയടിക്ക് ദാസൻ്റെ സ്റ്റാറ്റസ് മാറ്റിയതാണ് സുവിശേഷം. അവനിനി നിനക്ക് ദാസനല്ല, ദാസന് മീതെ ആരാ? പ്രിയ സഹോദരൻ. അപ്പോൾ ദാസനെ സഹോദരനാക്കിയ ആ അനുഭവത്തെ നാം കാണുകയാണ്. അപ്പോൾ ആ കത്ത് ഒനേസിമോസിൻ്റെ കൈവശം കൊടുത്തു വിടുമ്പോൾ ആ കത്തിനെ നമുക്കൊന്ന് ധ്യാനിക്കാം. 3-ാം വാക്യം, ഈ ലേഖനത്തിൻ്റെ 3-ാം വാക്യം പുസ്തകങ്ങളുള്ളവരൊക്കെ നോക്കുക. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം. കൃപയും സമാധാനം. ആ വാക്ക് എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, കൃപയും സമാധാനം. ഇന്ന് മനുഷ്യർക്ക് സത്യത്തിൽ എല്ലാവരും കൊതിക്കുന്നത് എന്തിനു വേണ്ടിയാ? സമാധാനത്തിന് വേണ്ടി. വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ വേണ്ടത് എന്താ? സമാധാനം. കൊച്ചു പിള്ളേർക്കും അപ്പച്ചനും വേണ്ടത് എന്താ? സമാധാന. ഞാനൊരു വട്ടം വിദേശത്ത് താമസിക്കുക, അമേരിക്കയില്ല. ഈ വിദേശ മലയാളി പിള്ളേരുടെ സംസാരം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മലയാളമല്ല, ഇംഗ്ലീഷും അല്ല. അപ്പോൾ ഒരു കുഞ്ഞ് നമ്മൾ പണ്ട് പറയാറില്ലേ, പിള്ളേരെ പിടിച്ച വീട്ടിലെ കാര്യങ്ങൾ എന്ത് അറിയാം. പോലീസ് വന്നപ്പം കൊച്ചൻ പറഞ്ഞെന്ന് അച്ചായൻ തട്ടുംപുറത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനൊരു കുഞ്ഞ് എന്നോട് വർത്തമാനം പറയുക. അവന് ഭയങ്കര ഇഷ്ടമായപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അങ്കിലെ അവൻ്റെ ആ ഇംഗ്ലീഷ് പ്രാർത്ഥിക്കണേ എന്നോടോ ചക്കരെ. അമ്മച്ചി ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു സമാധാനവും കൊടുക്കത്തില്ല. പാവം പറഞ്ഞു, അങ്ങനെ വളരെ സങ്കടപ്പെട്ട പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് ഒരു സമാധാനം കൊടുക്കുകയല്ല, സമാധാനം പ്രാർത്ഥിക്കും. അപ്പോൾ അവൻ കേൾക്കുന്നൊരു വാക്കാണ് അമ്മ പറയുന്നത്, അമ്മച്ചി എനിക്ക് ഒരു സമാധാനവും തരത്തില്ല. അപ്പോൾ കൊച്ചു പിള്ളേർ മുതൽ വലിയവർ വരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? സമാധാനം. അതെന്താണ് നമുക്ക് ഇങ്ങോട്ട് ഡിഫൈൻ ചെയ്യാൻ ഒത്തില്ലെങ്കിലും മനസ്സിൻ്റെ അടക്കമാണ് സമാധാനം. എല്ലാവരും ആഗ്രഹിക്കുകയാണ് പീസ്, സമാധാനം. ഈ സമാധാനം എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ട് 3 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം മനുഷ്യനും ദൈവവുമായിട്ടുള്ള സമാധാനമാണ്. ഈ മനുഷ്യനും ദൈവവുമായിട്ടുള്ള സമാധാനം പോയതാണ് മനുഷ്യൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. ഈ ദൈവവും മനുഷ്യനും കൂടെ ഭയങ്കര ഹാർമണിയിലായിരുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് പാപം കാണുക. 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വെയിലറിയപ്പം ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടു. അപ്പോൾ അന്ന് വരെ ഇവർ നടക്കാൻ പോയിരുന്ന 3 പേരും കൂടെ ആരൊക്കെയാ? ആദാമും ഹവ്വയും ദൈവവും കൂടെ. ദൈവവും ആദവും ഹവ്വ 3 പേരും കൂടെ ഒന്നിച്ചുള്ള ഭയങ്കര ഹാർമണിയായിരുന്നു, ഭയങ്കര സമാധാനമായിരുന്നു. അന്ന് അവർക്കും സമാധാനമായിരുന്നു. അതുകൊണ്ടാണ് ആദം ഹവ്വയെ കണ്ടപ്പോൾ ഒറ്റ പാട്ട് പാടി. ലോകത്തെ ആദ്യത്തെ കാവ്യം ആര് പാടിയതെന്നറിയാമോ? ആരാ പാടിയേ? ലോകത്തെ ആദ്യത്തെ പാട്ട് പാടിയത് ആരാന്നറിയാമോ? ആരാ? ആദാമ. ആരെ കണ്ടപ്പോഴാണ് പാടിയേ? ഹവ്വയെ കണ്ടപ്പോഴാണ് പാടിയേ. എന്താ പാടിയെന്നറിയാമോ? ഇവളെൻ്റെ അസ്ഥിയിൽ നസിയും മാംസത്തിൽ നിന്ന് മാംസം. അതൊരു ഹീബ്രു പോയറ്റിക് ലാംഗ്വേജാണ്, അപ്പോൾ ഹീബ്രു പോയമാണ്. അവളെൻ്റെ അസ്ഥിയും നസ്തിയും മാംസത്തിൽ നിന്ന് മാംസമാണ്. അത് പാട്ടാ. സത്യം പറഞ്ഞാൽ എന്താ അവൻ പാടിയേ? ഇവളാണ് എൻ്റെ അസ്ഥി. അർത്ഥം, അസ്ഥി എന്തിനെ കാണിക്കുന്നു? അസ്ഥി എന്തിനെ കാണിക്കുന്നു? ശക്തിയെ കാണിക്കുന്നു. മാംസം ബലഹീനതയെ കാണിക്കുന്നു. ഇവളെൻ്റെ അസ്ഥിയാണ്, ഇവളെൻ്റെ ശക്തിയാണ്, ഇവളെൻ്റെ മാംസമാണ്, ഇവളെൻ്റെ ബലഹീനത. ശരിക്കും പറഞ്ഞാൽ അവളെൻ്റെ അസ്ഥിയല്ലേ?
അവളല്ലേ ശക്തി. ഞാൻ ചോദിച്ചേക്കാം, അച്ചായൻ ഭയങ്കര ആരോഗ്യവാനാ, ഉരുണ്ട് കയറുന്ന മസിലും വിരിഞ്ഞ നെഞ്ചും നെഞ്ചേ നിറച്ച് രോമമൊക്കെ ഉള്ള അത്യാവശ്യം ഷർട്ടൊക്കെ ഊരി ഇന്ന് ആരും നോക്കുന്ന അകാര സവിഷ്ടമുള്ള അച്ചായനാ. അച്ചായനും അമ്മാമ്മയും കൂടെ കിടക്കുക. പിള്ളേരൊന്നും വീട്ടിലില്ല, മിക്കവാറും പിള്ളേരെല്ലാം പോയില്ലേ. കിടക്കുക, ഒരു തട്ട്, ഒരു കൊട്ട്, ഒരു മുട്ട്. ആരോ കള്ളനാന്ന് തോന്നി അമ്മാമ്മയെ വിളിക്കാതെ ഇറങ്ങിപ്പോകാൻ ധൈര്യമുള്ള ഏതച്ചാനുണ്ട്? എന്നാ മനുഷ്യ എന്തുവാ മുട്ട് എവിടെ? അവിടെ ചുമ്മാ കിടന്നുറക്കുക. ഇല്ലടി തന്നെ പോത്തില്ലേ? പോമോ? പോ. അച്ചായന് പോകണമെങ്കിൽ ആര് വേണം? അമ്മാമ്മ വേണം. മിക്കവാറും കഥ പറഞ്ഞ് ആദ്യം ഇറങ്ങുന്ന അമ്മാമ്മയാ. അച്ഛൻ ഈ ഷോ കാണിക്കത്തേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, കട്ടിലേക്ക് എറിയുന്ന പാമ്പിനെ തല്ലുന്ന അച്ചാനെ അടിച്ചു വന്ന അമ്മാമ്മയാ. അല്ലടി നല്ല പുള്ളി ഷോ കാണിക്കെങ്കിലും പലപ്പോഴും അടിക്കണേ ആര് വേണം? അമ്മാമ്മ വേണം. അപ്പം അമ്മാമ്മ എൻ്റെ ആരാ? ശക്തിയാണ്, അതൊരു സത്യമാണ്. ഇവളെൻ്റെ ആരാ? അസ്ഥിയാണ്. അപ്പം തന്നെ പറയുന്നു ഇവളെൻ്റെ ആരാ? മാംസവും. അതും സത്യമാണ്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുക മേശപ്പുറത്ത്. ഞാനാ കണ്ടേ എളിയവൻ. എന്താണെന്നറിയാമോ? അച്ഛൻ എഴുതി വെച്ചിട്ട് പോയേക്കാം. അമ്മമ്മ കണ്ടില്ല. ഞാൻ പോവാ, ഇനി വരത്തില്ല, വെടാ. അയ്യോ പറഞ്ഞു വെച്ചി. ഞാൻ ആൻറ്റിയെ വിളിച്ചു. ആൻറ്റി ഇത് കണ്ടോ? ആൻറ്റി അന്നേരം കാണുന്നേ പാവാടി പുറത്തുനിന്ന് കണ്ട് ഓടി വന്നു. കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ കുറേ നേരം നോക്കിയിട്ട് പറഞ്ഞു, പേടിക്കണ്ട, അച്ഛനിക്ക് വരും. ഞാൻ പറഞ്ഞു വെടാ. ഇല്ല, സന്ധ്യയാകുമ്പോൾ വരും. അതെങ്ങനെ അറിയാം? അതെനിക്കറിയാം. ഞാൻ ചോദിച്ചു പ്രാർത്ഥിക്കണ്ട? ഇതിന് പ്രാർത്ഥിക്കണ്ട. പക്ഷെ പ്രാർത്ഥിക്കൊന്നും വേണ്ട, അച്ഛൻ എങ്ങും പോകത്തില്ല. പുള്ളിക്ക് രാത്രി ഇവിടെ വന്ന് എന്ത് ചെയ്യത്തുള്ളൂ? കിടക്കത്തുള്ളൂ. അതെന്താ? ബലഹീനതയാ. ഇവളെന്നെ എന്താക്കും? ബലഹീനയാക്കും. സത്യമല്ലേ? കണ്ണീരാന്നേലും വിരട്ടിയാണേലും കരഞ്ഞാണെങ്കിലും അവൾ അവനെ എന്താക്കും? ബലഹീനാക്കും. ആദ്യം കരഞ്ഞു നോക്കും, ഒത്തില്ലെങ്കിൽ എന്ത് നോക്കും? വിരട്ടി നോക്കും. മനുഷ്യൻ ഞാൻ കാണിക്കും, ഞാൻ കണ്ടോ അവത്തേൽ അയാൾ വീടും. അപ്പോൾ ഒന്നീ സാമധാന ഭേദമെണ്ണം അത് വെച്ച് ഇവളെൻ്റെ ആരാ? ബലഹീനതയാ. അസ്ഥിന്ന് അസ്ഥിയും മാംസത്തിന്ന് മാംസവുമായ മനുഷ്യൻ. ആദ്യത്തെ പോയമ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവർ ഭയങ്കര ഹാർമണിയിലായിരുന്നു. ഹാർമണിയിലാകാൻ കാര്യം ദൈവത്തോട് എന്തായിരുന്നു? ഹാർമണിയായിരുന്നു. പക്ഷേ ദൈവത്തോടുള്ള ഹാർമണി പോകാൻ കാര്യം 3-ാം അധ്യായത്തിൽ സാത്താൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് കഴിക്കരുന്ന് വാസ്തവമായിട്ട് ദൈവം എന്ത് ചെയ്തിട്ടുണ്ടോ? കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മറുപടി എന്തായിരുന്നു? കഴിക്കരുന്ന് മാത്രമല്ല, തൊടുപോലും ചെയ്യരുന്ന, അല്ലേ? സന്തോഷമായിട്ടൊക്കെ ഇരിക്കണേ. ഈ കാണുന്ന പൊയ്യൊക്കെ ഉള്ളൂ, വലിയ മനക്കെട്ടിയില്ല. അതുകൊണ്ട് തുറിച്ച് നോക്കല്ലേ. ദയവായിട്ടൊരു അപേക്ഷ, കണ്ണുരുട്ടി കാണിക്കരുത്. സന്തോഷമായിട്ട് ഇരിക്കണം. എന്നാലേ എനിക്കൊരു സന്തോഷം വരത്തുള്ളൂ. അതിനുള്ള ശക്തിയൊക്കെ ഉള്ളൂ. അപ്പം നോക്കണേ, ഈ സാത്താൻ വന്നിട്ട് ചോദിച്ചു, കഴിക്കരുന്ന് വാസ്തവം കൽപ്പിച്ചിട്ടുണ്ടോ? അവൾ പറഞ്ഞു കഴിക്കരുന്ന് മാത്രമല്ല, തൊടുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് പറഞ്ഞായിരുന്നോ? ഇല്ല. തുടരുന്ന് പറഞ്ഞോ? ഇല്ല. എന്തേ പറഞ്ഞുള്ളൂ? കഴിക്കരുതെന്ന് പറഞ്ഞോളൂ. ഇവൻ അതിവിശുദ്ധി അടിച്ച അവൾ. എപ്പോഴും ഓർത്തോണം, ഈ അതിവിശുദ്ധി അടിക്കുന്നവർ അപകടകാരികളാണ്. അവർ സഭയെ വന്ന സഭ മുമ്പോട്ട് പോകത്തില്ല. അതിവിശുദ്ധിയും പാപമാ, അപകടമാ, അതിവിനയവും പാപമാണ്. ചില നമ്മളെ കാണുമ്പോഴത്തേനും അങ്ങ് വീഴും. പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ കുനിയുമ്പോൾ ഓർത്തോണം കാലേ വാരാനാ. ഒത്തിരി വിനയം കാണിച്ചാൽ എപ്പം ഭാര്യയെന്ന് ഓർത്താൽ മതി. മര്യാദയ്ക്ക് അങ്ങ് പോയാൽ വലിയ കുഴപ്പമില്ലാതെ പോകാം. അതിവിശുദ്ധി അപകട. അല്ലെങ്കിൽ ചോദിച്ചു നോക്കാം, മാറ്റി മാറ്റി ചോദിച്ചു, ഒറ്റയ്ക്കൊറ്റയ്ക്ക് അതിവിശുദ്ധി പറയുന്നവർ എത്ര നാൾ ഓടും? പാടാ. അതിവിനയവും പാടല്ലേ? രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു മാർഗ്ഗമുണ്ട്. പറഞ്ഞു തുടരുന്ന പോലും കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേ പറഞ്ഞു, അങ്ങനെയല്ല, തിന്നാൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ആരെപ്പോലെ ആകും. ഈ സാത്താൻ്റെ വലിയൊരു അപകടമാണ്. കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കും. കള്ളം പറഞ്ഞ് എന്ത് ചെയ്യും? വിശ്വസിപ്പിക്കും. ഇപ്പോഴത്തെ ഈ പിള്ളേരൊക്കെ ലഹരിയുടെ ലോകത്തേക്ക് പോവുക. കള്ളം പറഞ്ഞാൽ വിശ്വസിപ്പിക്കുന്നത്. ഇതിനകത്തൊരു സത്യവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പരീക്ഷയുടെ തലേദിവസം ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഈ കൂട്ടുകാരൻ പറയുന്നില്ല, ഈ സാധനം ഒന്ന് എടുത്ത് ഇന്ന് പിടിപ്പിച്ചാൽ മതി, പിന്നെ ഉറക്കമൊന്നും വരത്തില്ല, കണ്ണു പറഞ്ഞിരിക്കും. ശരിയാ, 3 ദിവസം കറങ്ങുള്ളൂ. കിളി പോയി ഇരുന്ന് കളയും. ചെയ്യുന്ന കാര്യം ഭയങ്കരമായിട്ട് ചെയ്യാവുന്ന. അതും സത്യമാണ്. എനിക്കറിയാവുന്നൊരു കൊച്ചൻ ഞങ്ങളുടെ നാട്ടിൽ കോളേജിൻ്റെ ഒരു ഗ്രൗണ്ടിൽ പോച്ചയൊക്കെ ഇങ്ങനെ ഒരു ഗ്രൗണ്ടുണ്ട്. നമ്മളൊക്കെ അവിടെ പോയി ഇരുന്നാ. അപ്പോൾ ഞാൻ കേട്ട ഒരു സംഭവത്തിൽ കേട്ടത്, ഇവനൊരു വലിയ വീട്ടിലെ കൊച്ചനാ ഒരു പോച്ചയെ പിടിച്ചുകൊണ്ട് ഒരു സാധനം വലിച്ചു. എന്തോ ചെയ്യാനാ? ആ തോട്ടത്തിലെ മുഴുവൻ പോച്ചയും കുന്ന് 1, കുന്ന് 2, കുന്ന് 3 പറഞ്ഞുകൊണ്ട് പറിച്ചു കൂട്ടി. ഏതായാലും ബോധം പോയപ്പം കെട്ടുകണക്കിന് പോച്ച അതോടുകൂടി ഫ്ലാറ്റായി. അപ്പോൾ ഏത് കാര്യം ചെയ്യുന്നു അത് ചെയ്യാനുള്ള ശക്തി കിട്ടുമെന്ന. അപ്പം കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്? സാത്താനുണ്ട്. ആ വഞ്ചനയിൽ നമ്മൾ പലപ്പോഴും ഈ സാധനം മേടിക്കുന്ന എല്ലാം എന്ത് കണ്ട? അഡ്വർടൈസ്മെൻറ്റ് കണ്ട വല്ല ഗുണമുണ്ടോ? ഇല്ല. ഇപ്പം വണ്ണം കുറയും, കിഡ്നിയുടെ പോവും. വണ്ണം കുറയാൻ കഴിക്കുന്നത് പലതും എന്ത് കളയും? കിഡ്നി കളയും, അല്ലെങ്കിൽ അസുഖം വരും. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് വണ്ണം കുറയാൻ മരുന്ന് കഴിച്ച് മരിച്ചുപോയി. ഇമ്മ്യൂണിറ്റി പവർ പോയി. അപ്പോൾ നോക്കണേ, കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്? സാത്താനുണ്ട്. ആ കള്ളത്തിൽ ഇവർ വീണു. അതാണ് പാപം. എന്താ? തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തു ചെയ്ത മനുഷ്യൻ സ്വാതന്ത്ര്യ ലംഘനം നടത്തി അവൻ്റെ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്തപ്പോൾ
പാപികളായി മാറി. പാപത്തോടു കൂടി ദൈവത്തോടുള്ള എന്ത് പോയി? സമാധാനം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഭയമെന്നൊരു വാക്ക് അവിടെ വന്നു. ആദാം പോയി ഒളിച്ചിരുന്നു. എന്തിനാ ചോദിച്ചാൽ പറഞ്ഞു, നിന്നെ ഭയന്നു. ഭയം, ആ ഭയം ഉണ്ടാകുന്നത് പാപത്തിന് ശേഷമാണ്. ഇന്ന് നമുക്കറിയാം, ഫോബിയ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഭയങ്കര മിടുക്കരെ പോലും നമ്മൾ വിചിത്രമായ ഭയങ്ങളാണ് നമ്മൾ കാണുന്നത്. പേടിച്ചു പോകുന്ന, കുളിക്കാൻ വെള്ളം കണ്ട പേടിയുള്ളവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വർഷങ്ങളായി കുളിക്കാത്തവരെ എനിക്കറിയാം. 1-2 ദിവസമല്ല, വർഷങ്ങൾ വെള്ളം ദേഹത്ത് വീഴുന്ന പേടിയാണ്. മുഴുവൻ ക്രീമേലാണ് പോകുന്നത്, മുഴുവൻ വിചിത്രമായി ഭയം. ചിലർക്കോ പെണ്ണ് കെട്ടാൻ പേടിയാണ്, കേട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഈ പിള്ളേർ പല്ലു എന്ത് വേണ്ടാന്ന് പറയുന്നത്. കല്യാണം വേണ്ട, ഒരു ഭയമാണ്, കല്യാണം കഴിക്കാനുള്ള ഭയം. ഗൂഗിളൊക്കെ നോക്കുന്നവരെ പ്രസവിക്കാൻ പേടിയുള്ളവരുണ്ട്, അതുകൊണ്ടാണ് മക്കൾ വേണ്ടാന്ന് പറയുക. വണ്ടി അപകടം പേടിക്കുന്നവരുണ്ട്, റോഡിൽ വണ്ടി ഇറങ്ങിയാൽ ഇരിക്കും. എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് തുറന്ന സ്ഥലത്തൂടെ നടന്നാൽ പേടിയായിരുന്നു, ഗ്രൗണ്ടിൽ. അപ്പോൾ ഇങ്ങനെ ഭയങ്ങൾ ഭയങ്കര വിചിത്രങ്ങളാണ്. പക്ഷേ ഈ ഭയങ്ങൾ ഉണ്ടാകാൻ കാര്യം ആരിൽ നകന്നപ്പോഴാണ്? ദൈവത്തിൽ നകന്നതാണ്. അപ്പോൾ മനുഷ്യൻ്റെ സകല സമാധാനക്കേടിൻ്റെ കാരണം ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഒറ്റ കാര്യമാണ്, പാപം. പാപം, സിൻ ഓഫ് ഒമിഷൻ, സിൻ ഓഫ് കമ്മീഷൻ. ചെയ്യരുതാത്തത് ചെയ്യുകയും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്ത പാപം. ഈ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നുള്ള സമാധാനം കളഞ്ഞു, ദൈവത്തോടുള്ള സമാധാനം പോയി. അതുകൊണ്ട് ഓർത്തോണേ, പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റും. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റും. അപ്പം ഒരുവൻ ക്രിസ്തുവിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ക്രിസ്തുവിൻ്റെ സമാധാനം, ക്രൂശിൻ്റെ സമാധാനം, ക്രൂശിലൂടെയുള്ള നിരപ്പ്. അവിടെ പാപബോധം ഉണ്ടാകും. 2 ബോധങ്ങളാണ് മനുഷ്യർക്കുണ്ടാകുക. ഒന്ന് കുറ്റബോധം, മറ്റൊന്ന് പാപബോധം. പത്രോസിനുണ്ടായത് പാപബോധമാണ്. പത്രോസ് എന്ത് ചെയ്തു? പോയി പൊട്ടി കരഞ്ഞു, അല്ലേ? പരനെ തള്ളിക്കളഞ്ഞ പത്രോസധീരാവിലെ സമയേ പെരുതാ ദുഃഖം നിറഞ്ഞു, പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. പെരുതാ ദുഃഖം നിറഞ്ഞു, പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. പരനെ തള്ളിക്കളഞ്ഞ പത്രോസധീരാവിലെ സമയേ പെരുതാ ദുഃഖം നിറഞ്ഞു, പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. അപ്പോൾ പത്രോസിനുണ്ടായത് പാപബോധമാണ്. പാപബോധം കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുചെല്ലും, അനുരഞ്ജനം ഉണ്ടാക്കും. എങ്ങനെ? അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന കുഞ്ഞാണ്ട പുണ്യാഹ രക്തം, പ്രിയരെ, ആ രക്തത്തിലാണ് പാപമോചനം ഉള്ളത്. എന്നാൽ യൂദായിക്കുണ്ടായത് പാപബോധമല്ല, കുറ്റബോധമാണ്. കുറ്റബോധം യൂദായെ ആത്മഹത്യയെ കൊണ്ടുപോയി. ആത്മഹത്യ ചെയ്യുന്ന പലരും കുറ്റബോധത്തിലാണ്. ഈ കടം വരുത്തി വെച്ചത് ഞാനാ, ഈ തകർച്ചയ്ക്ക് കാരണം ഞാനാ, ഞാനില്ലാതായാൽ അവിടം കൊണ്ട് തീരുകയാണ്. ഒറ്റ ചിന്ത, കുറ്റബോധമാണ്. യൂദായിക്കുണ്ടായത് കുറ്റബോധം. പക്ഷെ പത്രോസിനുണ്ടായത് എന്താ? പാപബോധം. അത് അനുതാപത്തിലേക്ക് കൊണ്ടുവരും. കരഞ്ഞുകൊണ്ട്, ദൈവമേ, വലിയ നിലവിളിയോടെ കർത്താവിൻ്റെ സന്ധിയിൽ പാപങ്ങൾ ഓർത്ത് കരയുന്ന എത്രയോ വ്യക്തികളെ കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് പൊതുവേ അത് കാണാറില്ല. കരഞ്ഞുകൊണ്ടല്ല രക്ഷിക്കപ്പെടുക, തുള്ളിച്ചാടിയാൽ രക്ഷിക്കപ്പെടുക. ഒരു ദൈവദാസൻ അതിനെക്കുറിച്ച് പറഞ്ഞു, എല്ലാം നോർമലല്ല ഇന്ന്. നോർമൽ ബർത്ത് കുറവാണ്, സിസേറിയനാണ്. മാനസാന്തരം പോലും സിസേറിയൻ ആയതുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെടാതെ തുള്ളിച്ചാടി രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ രക്ഷാനുഭവത്തിൽ പോലും കണ്ണീരില്ലാത്തതിൻ്റെ ഒരു ലോകത്തിലേക്ക് വരുമ്പോൾ ഓർക്കുക, കർത്താവിൻ്റെ സന്നിധി വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിരപ്പാകുമ്പോൾ നമുക്ക് ദൈവത്തോട് എന്തുണ്ടാകും? ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് ലംഘനം മറച്ചും ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പം നോക്കൂ, പാപങ്ങളെ ഏറ്റുപറയണം. പ്രിയരെ, ദൈവത്തോട് പാപങ്ങളെ ഏറ്റുപറയണം. പാപം ചെറുതാകട്ടെ വലുതാകട്ടെ, പാപങ്ങളുടെ ആവർത്തനം മനസാക്ഷിയെ നിർവീര്യമാക്കും. മനസാക്ഷി സജീവമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മനസാക്ഷി പ്രവർത്തിക്കും. നമ്മുടെ ആത്മാവിൽ പ്രവർത്തിക്കുമ്പോൾ മനസാക്ഷി സജീവമാകുമ്പോഴാണ് പാപബോധം ഉണ്ടാകുന്നത്. എന്നാൽ കുഞ്ഞുങ്ങളെ, പാപത്തിൻ്റെ ആവർത്തനം മനസാക്ഷിയെ നിർവീര്യമാക്കും. അതുകൊണ്ട് മനസാക്ഷി കടിഞ്ഞപ്പെടുന്നതിന് മുമ്പ് ദൈവാത്മാവിനോട് പ്രതികരിക്കണം. ദൈവാത്മാവിനോട് പ്രതികരിക്കണം. പ്രതികരിച്ച് ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുരഞ്ജനപ്പെടണം. അങ്ങനെ അനുരഞ്ജനപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തോട് എന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും. അതാണ് സമാധാനത്തിൻ്റെ ഒന്നാമത്തെ തലം. ദൈവത്തോട് സമാധാനം കളയുന്നത് എപ്പോഴും എന്താണ്? പാപമാണ്. പാപം ഏറ്റു പറയുമ്പോൾ ദൈവത്തോട് സമാധാനം. ദൈവത്തോട് സമാധാനം ഉണ്ടായാൽ രണ്ടാമത്തെ ഒരു തലം വരും. 2-3 തലങ്ങൾ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് നമുക്ക് നമ്മോട് എന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും. മനുഷ്യരായ മനുഷ്യരുടെ ഒരു പ്രശ്നം,
അവർക്ക് പലർക്കും അവരവരോട് എന്തില്ല, സമാധാനമില്ലാത്ത ഒത്തിരി മനുഷ്യരുണ്ട്. നല്ല സൗന്ദര്യമുള്ളൊരു കുട്ടി, വെളുത്ത് നല്ല സുന്ദരിയായ കുട്ടിയുടെ ടിപ്പിക്കൽ ഒരു എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണാടി നോക്കിയാൽ അവൾ കണ്ണാടി ഇടിച്ചു പൊട്ടിക്കും, എന്നെ കാണാൻ കൊള്ളത്തില്ല. എന്നാൽ ഞാൻ ചോദിച്ചിട്ട്, കുട്ടി നീ നല്ല വെളുത്ത സുന്ദരിയായ ഒരു കുട്ടിയല്ലേ, നിനക്ക് ആരാ പറഞ്ഞു എന്നെ കൊള്ളത്തില്ലെന്ന്? അയ്യേ, വെളുത്തായിരിക്കുന്ന ഇച്ചിരി ഇരുനിറം വേണമായിരുന്നു. അവൾക്ക് വെളുത്തതാ പ്രശ്നം. കണ്ണാടി ഇടിച്ചു പൊട്ടിക്കുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണാടി നോക്കിയിട്ട് ഒറ്റക്ക് അറിയാം അവൾക്ക് അവരോടെന്തോ ഇല്ല, സമാധാനം. ഈ പലപ്പോഴും നമ്മുടെ ഈ സമാധാനം കളയുന്നത് മനുഷ്യ വാക്കുകളിലൂടെയാണ്. മനുഷ്യർ കൊച്ചിലെ പറയുന്നതൊക്കെ നമ്മുടെ അകത്ത് കയറും. നല്ല ഈ ഒരേ വീട്ടിൽ തന്നെ മൂത്തത് ചിലപ്പോൾ സുന്ദരിയായിരിക്കും, ഇളയത് എന്താകും, കറുത്താകും. സുന്ദരിക്കുട്ടി എല്ലാവരും വിളിക്കും എൻ്റെ പൊന്നും സുന്ദരിക്കുട്ടിയെ, ചക്കരമുത്തേ. മറ്റേത് കറുത്തായിരിക്കും, കറുത്തേനെ വിളിക്കും ഞങ്ങളുടെ ബ്ലാക്കി മോളെ, ഞങ്ങളുടെ കറമ്പി കുട്ടോ. അപ്പോൾ അവൾക്കൊരു ചിന്തയുണ്ടാകും, ഞാനാരാ, കറുത്തതാ. എൻ്റെ ഒരു കൂട്ടുകാരി കൊച്ച് ചെറുപ്പത്തിലല്ല, വലുതായി കഴിഞ്ഞപ്പോൾ വലുതായി അവൾ ഫിലോസഫിയൊക്കെ കഴിഞ്ഞ് വന്നൊരു കൊച്ച. ഞാനും അവളും കൂടെ വലിയ കൂട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ്, എടാ ഞാനിങ്ങനെ കറുത്ത് പോയത് എങ്ങനെയാണെന്ന് നിനക്കറിയാം? ഇല്ലടി. എങ്ങനെയാടി? മൂത്ത 2 സുന്ദരിമാരാടാ. ആണ്. എടാ എന്താ ചെയ്യാനാ, മൂത്തതിനെ 2 എൻ്റെ അമ്മ സായിപ്പിൻ്റെ ആശുപത്രിയിലാടാ പ്രസവിച്ചത്. എന്തോ ചെയ്യാനാടാ, ഗതികെട്ട്. എൻ്റെ പ്രസവമായപ്പോൾ അമ്മ പുഷ്പകരിയെ കൊണ്ട് എന്ത് ചെയ്തു, പ്രസവിച്ചു. അതുകൊണ്ടാണ് ഞാൻ കറുത്തുപോയി. അപ്പം കറുത്തതോ വെളുത്തതോ ഇങ്ങനെ നമ്മുടെ അകത്ത് കിടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മളോടുള്ള എന്ത് പോകും, സമാധാനം കളയാം അല്ലേ? അപ്പോൾ സമാധാനം പല നിലകളിൽ തകർക്കപ്പെടാം. അത് അകത്ത് സത്യങ്ങളായി കിടക്കും. ദൈവത്തോട് രഞ്ജനപ്പെടുമ്പോഴാണ് ഈ അസത്യങ്ങൾ പുറത്തു പോകുന്നത്. അസത്യങ്ങൾ പുറത്തു പോകുമ്പോൾ നമ്മളെ ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ കാണാൻ തുടങ്ങും. നമ്മളെല്ലാവരും തന്നെ നമ്മളെ കണ്ടത് ആരുടെ കണ്ണിൽ കൂടാ? നമ്മളുടെ കണ്ണിൽ കൂടല്ല, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ കണ്ണിൽ കൂടാണ് കാണുക. നല്ലപോലെ പഠിക്കുന്ന ചെറുക്ക പിള്ളേരെക്കുറിച്ച് അച്ചായൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, പാസ്റ്റർ വന്നപ്പം, പാസ്റ്ററേ എനിക്ക് ഒരു പ്രശ്നമില്ല ഇവനെ കൊണ്ട്. എന്തോ ഒരു നല്ല ചെറുക്കനെന്നറിയാമോ, സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഷർട്ട് ഊരിയിടും, ഹാങ്ങറെ ഇടും, കൈയെല്ലാം ഊരി വെക്കും, പിന്നെ അവനൊന്ന് തിരിച്ച് കരഞ്ഞ് വന്നിട്ട് കുളിച്ചിട്ടിരുന്ന് പഠിച്ചോളും. നമുക്കൊരു ഭാരവും ഇല്ല. ഇവനുണ്ടല്ലോ ഈ മുത്തല, ഇവന് ഭൂതം. ഇവനാണെങ്കിൽ ഇവൻ അപ്പോഴേ ഇവൻ്റെ അകത്തൊരു കാര്യം കയറും, എൻ്റെ അകത്ത് എന്തോ ഉണ്ട്, ഒരു കുഴപ്പമില്ല അവർക്ക്, ഈ പറയുന്നവർക്കാ ഭൂതം, അവനൊരു ഭൂതവും ഇല്ല. ചിലപ്പോൾ ഇവനെ കൊണ്ട് ഇരുത്തിയാൽ ഇവൻ താഴെ വീഴുകയൊക്കെ ചെയ്യും. ഇവന് ഭൂതം ഉണ്ടായിട്ടല്ല കേട്ടോ, ചുമ്മാ കണ്ട് പേടിക്കരുത്. എല്ലാം ഭൂതം അല്ല, ഭൂതം ഇല്ലെന്നല്ല, എല്ലാം ഭൂതം അല്ല. മനഃശാസ്ത്രത്തിൽ ഇവൻ്റെ അകത്ത് കിടക്കുന്ന ഒരു കള്ളം, ഇവൻ്റെ അകത്ത് ആരുണ്ട്, ഭൂതമുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇവനെ കൊണ്ടാണ് എനിക്ക് ഒരു അക്ഷരം പഠിക്കത്തില്ല, ഒരക്ഷരം, മൊണ്ണ. അപ്പോൾ അവൻ്റെ അകത്തൊരു ചിന്ത കയറും, ഞാൻ ആരാ, മൊണ്ണയാ. അപ്പോൾ എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ ഓർക്കണേ, മനുഷ്യർ പറഞ്ഞ വാക്കുകളിലൂടെ അത് സത്യങ്ങളായി നമ്മുടെ അകത്ത് കിടക്കാം. ഇതെല്ലാം മാറ്റുന്നത് നമ്മൾ മനുഷ്യരുടെ വാക്കുകളിലൂടെ നമ്മെ കാണുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ കർത്താവിൻ്റെ അടുക്ക് വന്നിട്ട് കർത്താവിൻ്റെ കണ്ണിൽ കൂടെ കാണുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നെ പ്രിയനും മാന്യനുമായി കണ്ടിരിക്കുക. പുഴുവായി യാക്കോബ് ഇസായി പരിശയെ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതുമായ ഇരുമ്പ് മെതിവണ്ടിയാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കണ്ണിൽ കൂടെ നമ്മളെ കാണുമ്പോഴാണ് നമുക്കൊരു ബോധ്യം ഉണ്ടാകുന്നത്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി തിന്മയ്ക്കല്ല, നന്മയ്ക്ക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ നമ്മളെ കാണുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു സമാധാനം. പലരും പറഞ്ഞു വന്ന കള്ളങ്ങൾ അകത്ത് കിടക്കട്ടെ, അത് കള്ളമാകട്ടെ, ഒരുപക്ഷെ അവർക്കുണ്ടാകുന്ന സത്യങ്ങളാകട്ടെ, അതിനപ്പുറത്തൊരു സത്യമുണ്ടെന്നുള്ള കാഴ്ച കിട്ടുന്നത് ദൈവത്തോടുള്ള സമാധാനം ഉണ്ടാകുമ്പോൾ. മനുഷ്യവാക്കുകളിൽ കൂടെ അകത്ത് കയറിക്കൂടി കള്ളങ്ങളായി ബന്ധിക്കപ്പെട്ട് സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വന്ന് ജീവിതത്തിൽ അർത്ഥങ്ങൾ നഷ്ടപ്പെട്ട എത്രയോ പേർ ഇന്നുമുണ്ട്. ഒരു കാര്യം ഓർത്തോണം, അതിനെ രക്ഷിക്കാൻ, അതിൽ നിന്ന് മോചനം പറയുവാൻ ഒറ്റ സത്യം അകത്ത് കയറണം. നീ എൻ്റേതാണെന്നുള്ള സത്യം. ആരുടേതാ? കർത്താവ് പറയും, നീ എനിക്ക് വിലയേറിയവനാ, നീ എനിക്ക് പ്രിയനാ, നീ എനിക്കുള്ളവനാ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എത്രയോ വർഷങ്ങളായി ഇവിടെ മനുഷ്യൻ ജനിക്കുന്നു, മരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ 2024 ഈ സമയങ്ങളിൽ ജീവിക്കത്തക്കവണ്ണം ഈ തലമുറയിൽ നമ്മൾ ജനിച്ചത് ആകസ്മികമല്ല, ദൈവത്തിൻ്റെ നിത്യപദ്ധതി പ്രകാരമാണ്. കരമടിച്ചൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ മക്കളും ജനിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ്. പക്ഷേ ഇന്ന് മക്കൾ ജനിക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒത്തിരി പേരുണ്ട്. മക്കൾ ദൈവത്തിൻ്റെതാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അല്ലേ? മക്കൾ വേണ്ടാന്ന് പറയുന്നവരുണ്ട്. ക്രൈസ്തവരറിയണം, മക്കൾ വേണ്ടാന്ന് പറയുന്നവരുണ്ട്. ഇനിയും വന്നാലും ഒന്നും മതിയെന്ന് വാശി പിടിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരു കുട്ടി എന്നോട് പറഞ്ഞു, എനിക്ക് പ്രസവിക്കണ്ട, ഇനി ആയാലും ഒന്നേ ആകാവൂ, അങ്ങനെയുള്ള ഒരുത്തനെ കൊണ്ട് കല്യാണം ആലോചിക്കാവൂ. ഞാൻ ചോദിച്ചു, നീ എത്രാമത്തെയാ? ഞാൻ 3ാമത്തെയാ. ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, നിൻ്റെ അമ്മ ഒന്ന് പറഞ്ഞപ്പം മതിയെന്ന് പറഞ്ഞാൽ നീ കാണുമോ? ഇല്ല. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ പ്രിയപ്പെട്ട ഈ ദേശത്തുള്ളവരോട് 2ാമത്തെ മക്കളൊന്ന് കൈവക്കാമോ? പ്രായമല്ല ചോദിച്ചത്, ഞാൻ വീട്ടിൽ 2ാമത്തേതാണെന്നുള്ളവരൊന്ന് കൈവക്കാമോ?
സ്വോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൈ താത്തിട്ടെ. മൂന്നാമത്തെ മക്കളൊന്ന് കൈ പൊക്കിക്കേ. ദൈവം അനുഗ്രഹിക്കട്ടെ. താത്തിട്ടെ. നാലാമത്തെ മക്കൾ സ്വോത്രം. അഞ്ചാമത്തെ മക്കൾ സ്വോത്രം. ആറാമത്തെ മക്കൾ സ്വോത്രം. അവർക്കല്ല, അവരുടെ അമ്മയ്ക്ക്. ആറാമത്തെ മക്കൾ. ഏഴാമത്തെ മക്കൾ കൈ ശരിക്കും പൊക്കച്ചാ കാണട്ടെ. ഏഴാമത്തെ മക്കൾ ഒത്തിരി പേരുണ്ട്. എട്ടാമത്തെ മക്കൾ ഉണ്ട്. കാണണേ. കണ്ണ് തുറന്ന് പിള്ളേരെല്ലാം കാണ്. എട്ടാമത്തെ മക്കൾ നിങ്ങൾ കാണാൻ വേണ്ടിയാ, കാണാൻ വേണ്ടി കാണിച്ചാ. എട്ടാമത്തെ. ഒമ്പതാമത്തെ ഉണ്ടോ? ഒമ്പത് ഇല്ല. 10 ഇല്ല. ഞാൻ 14 വരെ കണ്ടു കേട്ടോ. 14ാമത്തെ മക്കളെ വരെ കണ്ടു. അപ്പോൾ 8 വരെ ഇവിടെ ഉണ്ട്. 10, 11, 12 ഇല്ല. ഓക്കെ, 8. എന്നാലും 8 മക്കളെ പ്രസവിച്ചില്ലേ? ചെറിയ കാര്യമാണോ? ഒറ്റ കാര്യം കൊണ്ടാണ്. ഈ മക്കൾ ആരുടേതാണെന്ന് അറിയായിരുന്നു? ദൈവത്തിൻ്റെ ആണെന്ന് അറിയായിരുന്നു. അതിന് ദൈവത്തോട് സമാധാനം. എന്തിനാണ് ദൈവത്തോട് മക്കളെ ചോദിച്ച് വാങ്ങിയത്? ഒറ്റ കാര്യം കൊണ്ടാണ്. ജനിക്കപ്പെടാത്ത ഒരു കുഞ്ഞ് ജനിച്ചില്ല. ആ ജനിക്കപ്പെടാത്ത കുഞ്ഞ് നിത്യതയെ കാണുമോ? ജനിച്ചില്ല ഒരു കുഞ്ഞ്. കർത്താവ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരാൻ വിടുവിൻ, അവരെ എന്ത് ചെയ്യരുത്? തടയരുത്. ജനിക്കപ്പെടാത്ത ഒരു കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ? ഇല്ല. എന്നാൽ കുഞ്ഞു ജനിച്ചു, അബോർട്ടായി പോയി, സ്വർഗത്തിൽ കാണുമോ? കാണും. സംശയമുണ്ടോ? ഇല്ല. കുഞ്ഞ് ജനിച്ചു, ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി, നിത്യതയെ കാണുമോ? കാണും. ആമേൻ പറയാമോ? ജനിക്കപ്പെടാതെ പോകുന്ന കുഞ്ഞ് എവിടെ ചെല്ലത്തില്ല? നിത്യതയിൽ. ചുരുക്കത്തിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവം ഇന്നിൽ നമ്മളിലൂടെ ലഭിക്കാൻ സാധ്യതയുള്ള ഓരോ കുഞ്ഞും നിത്യതയ്ക്കുള്ളവരാണെന്നുള്ള തിരിച്ചറിവൂടെ ഉണ്ടാകണം. നിത്യതയിൽ നിന്ന് നിത്യതയിലേക്ക് യാത്രയിൽ ദൈവത്തോടൊപ്പം നമ്മൾ പങ്കുചേരുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവിക സമാധാനത്തിൽ മക്കളെ വളർത്താൻ വേണ്ടിയാണ്. അപ്പം നോക്കൂ, ദൈവിക സമാധാനം നമ്മുടെ അകത്ത് വ്യാപരിക്കുമ്പോഴായി ഭയങ്ങളൊക്കെ പുറത്തു പോകുന്നത്. ആ ഭയങ്ങൾ പുറത്തു പോകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ ആരെ കാണണം? നമ്മളെ കാണണം. ആമേൻ പറഞ്ഞേ. മനുഷ്യരുടെ കണ്ണിൽ കൂടെ കാണാമോ? പാടില്ല. ആരുടെ കണ്ണിൽ കൂടെ കാണണം? ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ കാണണം. ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ കാണുമ്പോഴാണ് നമുക്ക് നമ്മളിലൊരു സമാധാനം ഉണ്ടാകുക. തന്നിൽ സമാധാനമുള്ളവർക്കേ മറ്റുള്ളവരോട് എന്തുണ്ടാകത്തുള്ളൂ? സമാധാനം ഉണ്ടാകത്തുള്ളൂ. ഈ മനുഷ്യരുടെ പ്രശ്നം, മറ്റുള്ളവരോട് സമാധാനമില്ലാത്ത മനുഷ്യൻ എവിടെ അപകടകാരിയായിരിക്കാം. റോഡിൽ അവർ വണ്ടിയും കൊണ്ട് ഇറങ്ങി റെഡ് ലൈറ്റിൽ കിടക്കുമ്പോഴും പുറയിൽ ഓണടിക്കും. കണ്ടിട്ടുണ്ടോ? സിഗ്നലിൽ കിടക്കുമ്പോൾ ഓണടിക്കുന്നത് എന്തിനാണ്? ഇവരെല്ലാം അതിനായി കർത്താവ് ഇവരെല്ലാം UK വിട്ടേക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ഓണടിക്കുക. അവിടെ ഓണടിച്ചാൽ അടി കിട്ടും. അവർക്ക് ഭയങ്കര മോശമാണ്. എന്തിനാ ഈ അവിടെ കിടന്നുകൊണ്ട് ഓണടിക്കുന്നേ? റെഡ് ലൈറ്റ്. ഇവൻ എന്തോ ഇല്ല, സമാധാനമില്ല. അവനോട് വഴക്കുണ്ടാക്കാൻ പോയാൽ നമുക്ക് തല്ല് കിട്ടും. ഒറ്റ കാര്യം പ്രാർത്ഥിക്കണം, ദൈവമേ അവന് ഇച്ചിരി എന്ത് കൊടുക്കണേ? സമാധാനം കൊടുക്കണേ. അപ്പം വണ്ടി ഓടിക്കണമെങ്കിൽ എന്തോ വേണം? സമാധാനം. ആരോട്? ദൈവത്തോട്. എന്നാലേ നമുക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. സമാധാനമില്ലാത്ത ചിലർ, ഈ സഹോദരിമാർ തന്നെ അകത്ത്, സാധാരണ സഹോദരിമാരൊക്കെ പെതുക്കെ എന്ന് പറയുന്നവരാ. എന്നാൽ ഞാൻ എൻ്റെ കണ്ണിന് കണ്ടിട്ടുണ്ട്, ഇപ്പുറത്തിരുന്നുണ്ട് അച്ചായനെ മൂപ്പിക്കുന്ന, കെറ്റിവിട് അവനെ കെറ്റിവിടരുത് എന്ന് പറഞ്ഞ് കളം മൂപ്പിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. ഓർത്തോണേ, അവർക്ക് എന്തില്ല, അവനങ്ങ് പൊക്കോട്ടെന്ന് വെച്ചാൽ പോരെ. നമ്മളിങ്ങനെ വണ്ടി ഒരാൾ കയറി വന്നു, ഒരു ലൈനിൽ കിടക്കുമ്പോൾ നമ്മൾ തൊട്ട് പുറകെ കിടക്കുക. അവൻ ഇങ്ങോട്ട് കയറിയാലേ അവിടുന്ന് വണ്ടി പോരത്തുള്ളൂ. ചിലരുണ്ട് ഇങ്ങനെ അവനെ ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല? കയറ്റത്തില്ല. ഇത് നിങ്ങൾക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ്. അവനെ കയറിപ്പോയാൽ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. പക്ഷേ എന്തോ ഇല്ല, സമാധാനം ഇല്ലാത്തവനാണ് ഈ മുട്ടിച്ച് നിർത്തുന്നത്. കയറ്റിവിടത്തില്ല. ദൈവത്തോട് സമാധാനം ഉള്ളവൻ എന്തോ പറയും? പൊയ്ക്കൊള്ളാൻ പറയും. അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ, ഉണ്ടോ ഇല്ലയോ? അതാണ്. ഇനി നോക്കിക്കോ, നമ്മുടെ വീടുകളുടെ പ്രശ്നം പിള്ളേരെ പഠിപ്പിക്കുന്ന ആൻറ്റിമാരെല്ലാം ഇവിടെ ഉണ്ട്. ഈ പിള്ളേരെ പഠിപ്പിക്കലാണ് വലിയ പ്രശ്നം. ഒന്നാമത്തെ കാര്യം, ചേച്ചി MSc കാര്യത്തിയാണ്, പക്ഷേ CBSE വായിച്ചിട്ട് ഒന്നും തലേ കയറിയില്ല. നമ്മൾ വലിയ മിടുക്കരാണേലും ഇത് വായിച്ചിട്ട് എന്തോ കിട്ടുന്നില്ല, പിടി കിട്ടുന്നില്ല. പഠിപ്പിക്കാനിരിക്കുന്നു, അടി തുടങ്ങുന്നു, എന്തോ ഇല്ല, സമാധാനമില്ല. അമ്മച്ചി വന്ന് ഇടപെട്ടു, അടിച്ചാന്ന് വഴി പഠിപ്പിക്കുന്നേ തുടങ്ങി. എൻ്റെ കൊച്ചിനെ എനിക്ക് അടിക്കാൻ സ്വാതന്ത്ര്യം ഈ വീട്ടിൽ ഇല്ലെങ്കിൽ ഞാൻ എന്തിനു ജീവിക്കുന്നു? കെട്ടിയവൻ്റെയും സമാധാനം പോയി, അമ്മച്ചിയുടെയും സമാധാനം പോയി, കൊച്ചിൻ്റെയും എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സമാധാനമായി. എന്താടാ? ഒറ്റ കൊച്ചുള്ളടാ. എന്നിട്ട് നമ്മൾ പഠിച്ച മലയാളം മീഡിയം ഇല്ലടാ, അവിടെ കൊണ്ട് ചേർത്തടാ. എന്നടാ എന്നും പഠിപ്പിക്കാൻ ഇരുത്തും. എന്നിട്ടുമ്പോൾ അവൾക്ക് പഠിക്കത്തില്ല, ഞാൻ അതിനെ അടിക്കും, അവൾ കയറി ഇടപെടും, പിന്നെ ഞങ്ങൾ തമ്മിൽ അടിയാവും. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, മലയാളം മീഡിയത്തില്ല. സമാധാനം ഉണ്ടടാ, സമാധാനത്തോട് നിങ്ങളുടെ കൂടി ഇരുന്ന് 2 അക്ഷരം പറഞ്ഞു കൊടുക്കണേ. എന്താ വേണം? ആർക്ക്? അമ്മയ്ക്ക്. അമ്മയുടെ സമാധാനം പോയാൽ ആളുടെ പോവും, ചാൻ്റെ പോവും, പോത്തില്ലേ? പോവും. അപ്പോൾ ജീവിതത്തിൽ നല്ലൊരു ഭർത്താവാകണമെങ്കിൽ എന്തോ വേണം? സമാധാനം വേണം. ഈ വൃത്തിയുള്ള ഭർത്താക്കന്മാരുണ്ട്, പേടിക്കണ്ട. ഇച്ചിരി വൃത്തിയില്ലാത്തതിനെ കിട്ടത്തുള്ളൂ. വൃത്തി കൂടിയ എല്ലാവനും കിട്ടുന്ന ആരെയായിരിക്കും? വൃത്തിയില്ലാത്തതായിരിക്കും. അനുഭവമാണോ? ഇനി അവർക്ക് 2 പേരും വൃത്തിയാണെങ്കിൽ ജനിക്കുന്നതിന് എന്തോ കാണത്തില്ല, വൃത്തി കാണത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇങ്ങനെ അടുക്കി പറക്കി ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ എന്തോ വേണം? സമാധാനം വേണം. വേണ്ടേ? ഭയങ്കര വൃത്തിയുള്ളൊരച്ചായൻ. വൃത്തിയുള്ളവരൊക്കെ ഓർത്തോണേ. ഈയിടയ്ക്ക് ഞാൻ കേട്ട ഒരു കഥയുണ്ട്. ഭയങ്കര വൃത്തിയുള്ള ഒരു മോന്, അവൻ്റെ അപ്പനും ഭയങ്കര വൃത്തിക്കാരൻ, വലിയ ഉദ്യോഗസ്ഥരാണ്. കല്യാണം കഴിഞ്ഞ് നേരെ വന്ന് കയറിയപ്പം
പെണ്ണ് ആദ്യം കയറി ഡ്രസ്സ് മാറാൻ വീട്ടിൽ വന്ന്, അപ്പോൾ അവൻ്റെ മുറിയിലോട്ട് വന്നപ്പോൾ ഈ പെൺകുട്ടി ഗൗണും എല്ലാം കൂടെ ഊരി പറിച്ച് അവൻ്റെ കട്ടിലിട്ടേക്ക്. എന്നിട്ട് അവൾ അടുത്ത ഇട്ടുകൊണ്ട് പുറത്തിറങ്ങി. അടുത്ത ഡ്രസ്സ് മാറി ഫോട്ടോയ്ക്ക് പോകണ്ടേ. ഭയങ്കര വൃത്തിക്കാരൻ. അവൻ ഡ്രസ്സൊന്നും അങ്ങനെ ഇടത്തില്ല. അവൻ അവിടെ നിന്നുകൊണ്ട് ഇംഗ്ലീഷിൽ ഒരു ചീത്ത വിളിച്ചത് പെണ്ണ് കേട്ട് അപ്പോഴേ അവളെ ടാക്സി പിടിച്ച് വീട്ടിൽ പോയി. ഡിവോഴ്സായി. സെയിം ഡേയിൽ ചീത്ത വിളിച്ച്. അതുകൊണ്ട് കയറി വിളിക്കല്ലേ, ഇത് പോത്തിൽ പണ്ടത്തെ ടൈപ്പൊന്നും അല്ല. എന്നാ കാര്യം എന്നറിയാം, അങ്ങനെ അതും ഓർക്കണം. പണ്ടത്തെയൊക്കെ ആണെങ്കിൽ ചീത്ത വിളി കേട്ടാൽ നമ്മുടെ വിധിയാന്നൊക്കെ പറയായിരുന്നു. ഇപ്പം വിധിയാന്ന് പറയുമോ? ഇല്ല. നിങ്ങൾ മാറ്റങ്ങൾ മനസ്സിലാക്കണേ. ഒരു 10 വർഷം മുമ്പ് ഡിവോഴ്സ് കുറവായിരുന്നു. ഇനി ഡിവോഴ്സ് ഉണ്ടെങ്കിലും ആൺകുട്ടികളൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞാലും കൂടുതലും കല്യാണം രഞ്ജിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്തിരുന്നത് പെൺകുട്ടികളും അവരുടെ വീട്ടുകാരുമായിരുന്നു. സത്യമാണോ? ഞാൻ എത്ര പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ കെട്ടിയന്മാരെ മദ്യാസക്തി ചികിത്സയെ കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ വീട്ടുകാരുടെ ആവശ്യപ്രകാരം ധ്യാനത്തിന്, മദ്യചികിത്സയ്ക്ക് അങ്ങനെയുള്ളിടത്ത് പിടിച്ചു കെട്ടി. അവർ പറഞ്ഞിട്ട് രക്ഷപ്പെടണം, കുടിച്ചില്ലേ ഇങ്ങനെ വെറും പാവമാ. പക്ഷേ അടുത്തിടയ്ക്കുണ്ടായ ഒരു മാറ്റങ്ങളുണ്ട്. കോവിഡ് ഒരു 10 വർഷത്തിന് ശേഷമുള്ള മാറ്റമാണ്. ഇപ്പം ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ ഡിവോഴ്സിന് മുൻകൈ എടുക്കുന്നത്? പെൺകുട്ടികളാണ്. സത്യമാണ്, കണക്കാണ് കേട്ടോ, കണക്കുകളാണ്. നോക്കിക്കോ, ആരെങ്കിലും ഫാമിലി കോർട്ടിൽ വർക്ക് ചെയ്യുന്ന വക്കീലന്മാരോട് പോയി ചോദിച്ചോ, അല്ലെ കൗൺസിൽ. കൂടുതലും ആര് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു? പെൺകുട്ടികൾ. ഇതിനൊരു മാറ്റമുണ്ട്. പെൺകുട്ടികൾ ഇപ്പം ഭയങ്കര മോഡേണാണ്, ആക്റ്റീവാണ്, നല്ല കഴിവാണ്. ചെറിയ തെളിവ് പറയാം, ശ്രദ്ധിച്ചാൽ മതി. ആൺകുട്ടികളിപ്പോൾ അല്ലേ ഇപ്പോൾ ഈ ട്രൗസർ ഇട്ടുകൊണ്ട്, ആണും പെണ്ണും എല്ലാം ഈ നിക്കറിട്ടുണ്ടോ നടക്കുക, ട്രൗസർ അല്ലേ? ആൺകുട്ടികളുടെ നിക്കറിന് എന്തോരം ഇറക്കം കാണും? ഫോർമലായിട്ടൊക്കെ നിക്കറിട്ടുണ്ട്, എന്തോരം ഇറക്കം കാണും? പറഞ്ഞോടോ, അവനൊരു ആൺകുട്ടിയല്ലേ? എവിടം വരെ? അവിടം വരെ. സമ്മതിച്ചേ? ഒന്ന് എഴുന്നേറ്റ് കാണിക്കാമോ ചമ്മലില്ലെങ്കിൽ? അതാണ്ട് എത്ര വരെ? മുട്ട് വരെ. കണ്ടല്ലോ, മോൻ അവിടെ തന്നെ നിന്നിട്ടെന്ന് പറയാം. പെൺപിള്ളേരുടെ നിക്കറിന് എവിടം വരെ ഇറക്കമുണ്ടോ? എവിടെ? അതിൻ്റെ സഭ്യത കൊണ്ടാണ് നീ അവിടെ കാണിച്ചേ. ശരിക്കും എവിടം വരെ കാണൂടാ? അറിയാം, ഇവിടം വരെയൊക്കെ കാണും. എന്നിട്ട് അത് വെച്ചുകൊണ്ട് കാലും വെറ്റി ഇരിക്കുന്നത് കണ്ടിട്ടില്ല. നമ്മൾ ചെന്നാൽ കാണും. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് വെരി കോമൺ ഫോർ ദം. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. പെൺകുട്ടികൾ പണ്ട് അങ്ങനെ നിക്കറിട്ടുകൊണ്ട് വീട്ടിൽ നടക്കുന്നോ അച്ചായന്മാരിരിക്കുന്നിടത്തോ ചിന്തിക്കാൻ ഒക്കുമോ? ഇല്ല. കാല് കയറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ ചിന്തയ്ക്കുണ്ടോ? പെണ്ണങ്ങാളും കാലും വെച്ച് കെട്ടിയിരുന്ന ആരടിക്കും? അപ്പച്ചനല്ല, ആരടിക്കും? അമ്മച്ചി. അതൊക്കെ പോയി. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മോഡേണ. ഇനിയും വേറെ കാര്യം ചെയ്യും. പെൺപിള്ളേർ മിക്കവരും ബോബി ചെയ്ത് നല്ല ബോയ് കട്ടൊക്കെ അടിച്ച് നടക്കും. അവനോ മുടി വളർത്തി കെട്ടി വെച്ചേക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ മുടി എന്ത് ചെയ്തേക്കുക? കെട്ടി വെച്ചേക്കുക. ഇനിയും അടുത്തൊരു മാറ്റം ശ്രദ്ധിച്ചോ? ഇതൊക്കെ സമൂഹത്തിൽ നോക്കിയാൽ മതി. ആ പെൺപിള്ളേർക്ക് ആഭരണ ഭ്രമം സത്യത്തിൽ കൂടുകയാണോ കുറയുകയാണോ? കുറയുക. ഇതുപോലെ പണ്ടത്തെ പോലെ വളയൊക്കെ വലിച്ചിട്ടുകൊണ്ട് പെൺപിള്ളേർ നടക്കുമോ? ഇല്ല. മിക്കവർക്കും കാതലൊന്നും ഇല്ല. ഞാൻ ഇടയ്ക്കൊരു SFIക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ഒരു പെൺകുട്ടി പുരു പോലെ പ്രസംഗിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ കാതലും ഇല്ല, കഴുത്തലും ഇല്ല. ഞാൻ സത്യത്തിൽ ഓർത്ത് ബന്ധക്കോസാണ്. എന്തൊക്കെ പിള്ളേർക്ക് എങ്ങനെ വലിയ ഇനി ഇടുവാണെങ്കിൽ ഒരു ചെറിയ നൂല് മാലയും അതിൻ്റെ അറ്റത്തൊരു ഡയമണ്ട് ലോക്കറ്റുമാണ്. പക്ഷേ ആമ്പിള്ളേർ നോക്കിക്കേ, ഇവിടെ കുത്തി, ഇവിടെയും കുത്തി, കുത്താവുന്നിടത്തല്ല എന്ത് ചെയ്തു? കുത്തി. അവൾ മുടി ബോബി ചെയ്ത് ബുള്ളറ്റേ പോകുമ്പോൾ ഇവ മുടി കെട്ടി വെച്ച് ആക്റ്റീവായാൽ അവിടെ പുറകെ. അവനോടാണ് ഉപദേശിച്ച് പറയുന്നത്, അവളോട് ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടി. അവൾ പറഞ്ഞു, വാടാ നമുക്ക് പോയിട്ട് വരാം, അവിടെ കറങ്ങാൻ പാടാ. അവളോടാ പറയുന്നത്, സാറ് അബ്രഹാമിനെ യജമാനനെ എന്ന് വിളിച്ച്. ആരോടാ? ഈ പെണ്ണിനോടാ. വല്ലതും നടക്കുമോ? പാടാ. അപ്പോൾ ഓർത്തണം, ചീത്ത വിളിക്കല്ലേ. അതിന് മുമ്പ് അവൾ വീട്ടിൽ പോവും. പിന്നെ കരഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇത് ന്യൂജന്നാ. എൻ്റെ പൊന്നു മക്കളെ, നല്ല ഭർത്താവായി ഇരിക്കണമെങ്കിൽ എന്തോ വേണം? സമാധാനം വേണം. സമാധാനം. നല്ല ഭാര്യയായിട്ടിരിക്കണേ എന്തോ വേണം? സമാധാനം വേണം. വേണ്ടേ? നല്ല അപ്പനും അമ്മയാകണേ എന്തോ വേണം? സമാധാനം. സർവോപരി നല്ലൊരു പാസ്റ്ററാകണേ എന്തോ വേണം? സമാധാനം ഇല്ലാത്തൊരു പാസ്റ്ററായ എന്തൊരു ഗതികേടാണ്. എല്ലാവരെയും ഒതുക്കുന്നത് പാസ്സാക്കിയാൽ മതി. ഇച്ചിരി ഞാൻ വലിയ കുടുംബത്തിലാണ് എന്നൊക്കെ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നവരെ പറയുന്നവരൊക്കെ ചില സഭയെ കൊണ്ട് വിട്ടാൽ മതി. ഒറ്റ വർഷം കൊണ്ട് ഒതുങ്ങി റെഡിയാകും. അങ്ങനെയാണ്. കാരണം അവൻ കണ്ണാടി, അവൻ പറഞ്ഞ് ശരിയാണ്, ഒതുങ്ങി കൈ കൊടുക്കും. ഇല്ലടാക്കളെ അട്ടത്തട അവനതറിയാം. കണ്ടോ? നല്ല ഒതുക്കി കൊടുക്കും. പഴയ പാട്ട് പാടിയ കുറ്റം പറയുന്നവരുണ്ട്, പുതിയ പാട്ട് പാടിയ കുറ്റം പറയുന്നവരുണ്ട്. ആർക്കും അറിയാൻ വയ്യാത്തൊരു പാട്ടും കൊണ്ട് വന്നേക്കുക. ശാന്തമായിട്ട് പ്രസംഗിച്ചാൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. പക്ഷേ അന്നേരം നമ്മുടെ കുറേ അമ്മമ്മമാർ പറയും അവർക്കൊരു എന്തോ ഇല്ല, ആത്മാവില്ല. ആത്മാവുള്ളത് വന്നാൽ അച്ചാൻ ഇഷ്ടപ്പെടത്തില്ല. ഉമ്മാ ബഹളം അച്ഛാ, ഈ പെണ്ണുങ്ങളായിട്ട് നമുക്ക് അവർക്ക് ഇത് വേണ്ട, ഇവർക്ക് അത് വേണ്ട. പാസ് എന്തോ ചെയ്യും? പാസ് ഒരു ദിവസം ശാന്തമാകും, ഒരു ദിവസം അഗ്രസീവാകും. കാരണം അതാണ് പാസ്റ്റർ. എല്ലാവരെയും കൊണ്ടുപോകണ്ടേ പാസ്റ്ററെ? വേണം. തോമാച്ചൻ രാവിലെ അച്ഛനെ കാണാൻ വന്നപ്പം തോമാച്ചൻ്റെ കഥയെല്ലാം കേട്ടിട്ട് അച്ഛൻ പതുക്കെ പറഞ്ഞു, തോമാച്ച നീ പറഞ്ഞത് ന്യായമായ ഒരു കാര്യമാണ്. ശരി. ഇച്ചിരി കഴിഞ്ഞപ്പം കറിയാച്ചൻ വന്നു, തോമാച്ചൻ്റെ കാര്യം പറഞ്ഞു, എല്ലാം കേട്ട് പറഞ്ഞു, കറിയാച്ച നീ പറഞ്ഞതിനകത്ത് നീതിയുണ്ട്. കൊച്ചമ്മ കേട്ടോണ്ട് വന്ന് അവനോട് ന്യായം പറഞ്ഞു, നിന്നോട് പറഞ്ഞു നീതിയാണെന്ന്. ഇതെന്തോ വർത്താനായി പറയുന്നേ? നീ പറഞ്ഞ അടി അതിൻ്റെ സത്യം. അതെങ്ങനെ ഉണ്ടെങ്കിലേ കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. അതിനെന്തോ വേണം?
സമാധാനം വേണം. അപ്പം മനുഷ്യർക്ക് ആവശ്യം എന്താ? സമാധാനമാണ്. എന്നാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ ഒക്കത്തുള്ളല്ലോ. ശാന്തമായ ഒരു ജീവിതം നയിക്കണോ? ദൈവത്തോട് എന്തോ വേണം? സമാധാനം. ആ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് എപ്പോഴും എന്താ? പാപമാണ്. പാപമനുരഞ്ജനപ്പെടണം. അപ്പം നമ്മുടെ വ്യക്തിത്വത്തിൽ മാറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുക, അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുമ്പേ നിനക്ക് പ്രയോജനം ഇല്ലാത്തവൻ ഇപ്പം എനിക്കും നിനക്ക് ഒരുപോലെ. പ്രിയരെ, രക്ഷാനുഭവത്തിൽ വ്യക്തിത്വത്തിൽ മാറ്റം വരുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഇന്നലെ വരെ ഭയങ്കര ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നവർ ഇന്ന് ചീത്ത വിളിച്ചാൽ മിണ്ടാതിരിക്കുന്നത് പൊട്ടനായതുകൊണ്ടല്ല, പേടിച്ചിട്ടുമല്ല, അകത്ത് ഭയങ്കര ഒരു സമാധാനം ഉള്ളതുകൊണ്ടാണ്. തിരിച്ച് പ്രതികരിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? സമാധാനം ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിസ അടിച്ചു, UK വിസയും മേടിച്ചുകൊണ്ട് അച്ചായം വന്നിരിക്കുക. പോവാ, ടിക്കറ്റും കിട്ടി, പോകാൻ വന്ന് കടവിലിറങ്ങി നിന്നപ്പോൾ ആരണ്ടോട് യാത്ര പറയാൻ ചെന്നപ്പോൾ പഴയ ഒരു വൈരാഗ്യം വെച്ചിട്ട് ഒരുത്തം വന്നിട്ട് ചൂടായി. എന്താടാ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാടാ, നിങ്ങളാ ഇളങ്ങ് മാറി പോയിട്ട് ഇയാൾ പുറകെ അടക്കുക. തിരിച്ച് ഒരൊറ്റ അട്ടി കൊടുക്കാൻ കൈ എടുത്തപ്പോൾ കൈ പോക്കറ്റ് എന്തോ ഇരിക്കുക, വിസയും പാസ്പോർട്ടും. പുള്ളി അകത്ത് പറഞ്ഞു, നിന്നോട് മിണ്ടിയ നീ കേസ് കൊടുക്കും, എൻ്റെ പോക്ക് തടയും. പക്ഷേ ഒരു കാര്യമുണ്ട്, അടുത്ത ആഴ്ച നീ മുണ്ടും മടക്കി കുത്തി ഇവിടെ ഈ ടൗണിൽ കാണും. ഞാനെവിടെ പോവും? മേളിക്കൂടെ പോവും. നമ്മൾ ഈ പലരും മിണ്ടാതിരിക്കുന്ന ഒറ്റ കാര്യം കൊണ്ടാണ്. ഞങ്ങളെ മണ്ടരാക്കല്ലേ. ഞങ്ങളുടെ വിസ പോകാതിരിക്കാൻ മിണ്ടായിരിക്കുക. ഞങ്ങൾ പോകുമ്പോഴും നിങ്ങളിവിടെ മുണ്ടും മടക്കി കുത്തി കാണുമെന്നുള്ള അറിവുകൊണ്ടാണ് പലപ്പോഴും മിണ്ടായിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ എന്തുകൊണ്ട്? സമാധാനം. ഈ സമാധാനത്തിനായി സ്തോത്രം ചെയ്താട്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഈ മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന എല്ലാ മേഖലകളിലേക്കും ക്രിസ്തുവിൻ്റെ ഇടപെടലുണ്ടായി. ഒന്ന് പാപമായിരുന്നു. അതുകൊണ്ടാണ് കാനായിലെ വീട്ടിൽ വെച്ച് 6 കൽപ്പാത്രങ്ങളെ കാണുന്നുണ്ട്. ദേഹശുദ്ധി വരുത്താൻ 6 ഉള്ളൂ, 6 മനുഷ്യസംഖ്യ. പക്ഷേ 7ാമതൊരു കൽപ്പാത്രമുണ്ട്, അതിലെ ആത്മശുദ്ധി നടക്കത്തുള്ളൂ. പാപം മോചിക്കപ്പെടാൻ വേണ്ടിയാണ് മനുഷ്യർ പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുന്നു, പുണ്യ നദികളിൽ പോയി സ്നാനം എടുക്കുന്നു. എന്തിനാ? കഴുകുന്നു. പാപം കഴുകാനാണ് യുഗങ്ങളായിട്ടുള്ള മനുഷ്യൻ്റെ ശ്രമം. അതിനുവേണ്ടി തീർത്ഥാടനങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, സന്ദർശനങ്ങൾ, ഇതെല്ലാം ഒരു പരിധിവരെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന എല്ലാ ബഹുമാനത്തോടും കണ്ടുകൊണ്ട് പറയട്ടെ. അതിനെല്ലാം ആദരവോട് കണ്ടുകൊണ്ട് പറയുമ്പോൾ ഒരു നദിയുണ്ട് കേട്ടോ, ചങ്കിന്ന് ഒഴുകുന്ന ഒരു നദി. ആ നദിക്കകത്തൊഴുകുന്ന രക്തത്തിൽ മുങ്ങിയാൽ ഹിമം പോലെ വെളുക്കുന്ന പുണ്യാഹ രക്തം. ആ നദിക്കകത്ത് കോടാകോടി ജനങ്ങൾ കഴിഞ്ഞ 2000 വർഷമായി കഴുകിക്കളഞ്ഞു അവിടെ ആത്മാവിൻ്റെ പാപക്കറകൾ. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ്റെ സമാധാനത്തെ കെടുത്തുന്ന പാപം. 2ാമത് മനുഷ്യൻ്റെ സമാധാനത്തെ കെടുത്തുന്നത് ദുരാത്മാക്കളാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു സമാധാന പ്രഭു എന്നറിയപ്പെടുന്നത്. ദുരാത്മാക്കളെ ശാസിച്ചപ്പോൾ ഒരു മനുഷ്യൻ വന്ന് പറയുന്നു, എൻ്റെ കുഞ്ഞിനെ തീയിലും വെള്ളത്തിലും തള്ളിയിടുന്നു, നൊരച്ച് പതപ്പിക്കുന്നു. രോഗം വരുമ്പോൾ അതിനെ ഒരപ്പനെ പറയുക, ഒരു കുഞ്ഞിങ്ങനെ തീയിലും വെള്ളത്തിലും വീണ് നൊരച്ച് പതയുമ്പോൾ അപ്പൻ എന്തോ ഉണ്ടോ? സമാധാനമുണ്ടോ? ഇല്ല. യേശു അവൻ്റെ ആ രോഗാത്മാവിനെ എന്ത് ചെയ്തു? ശാസിച്ചു. എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത, മനുഷ്യൻ്റെ സമാധാനം കെടുത്തുന്ന സകല മേഖലയിലും ഇടപെടും. അടുത്തൊരു സമാധാനം കളയുന്നതാണ് രോഗം. കർത്താവ് ചെയ്ത പല അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനം രോഗശാന്തി കൊടുക്കുകയായിരുന്നു, സൗഖ്യം വരുത്തുകയായിരുന്നു. പ്രിയരെ, കരമടയ്ക്കാൻ കാശില്ലെന്ന് പറഞ്ഞവർക്ക്, വിശന്ന് വലഞ്ഞിരുന്ന ജനങ്ങൾക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ സന്നിധി വന്നാൽ നമ്മുടെ സമാധാനം കെടുത്തുന്ന സകല വിഷയങ്ങളും കർത്താവിൻ്റെ കരം സമാധാന പ്രഭുവായിട്ട് വെളിപ്പെടും. പരീക്ഷ നടക്കുക, സൺഡേ സ്കൂളിൻ്റെയാ. ഞങ്ങളുടെ ഒരു കൊച്ചുമിടുക്കനാ. മൂത്ത കൊച്ചുങ്ങൾക്ക് എഴുത്ത് പരീക്ഷ. കൊച്ചുങ്ങൾക്ക് എന്താ ചോദിച്ചു. ഞങ്ങളുടെ സഭയില കൊച്ചിനോട് ചോദിച്ചു, മോനെ ഈ ലാസറിൻ്റെ വീട്ടിൽ വന്നിട്ട് യേശു എന്തോ ചെയ്തെന്ന് ചോദിച്ചു. അവൻ കുറേ നേരം നോക്കി നിന്നിട്ടൊരു ഉത്തരം പറഞ്ഞു. എന്തോ ചെയ്തെന്നോ. എന്നിട്ട് ഈ കൊച്ചുമിടുക്കനൊരു ഉത്തരം ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ പറഞ്ഞു. കയറി അങ്ങ് ഇടപെട്ടില്ലെന്ന് ചോദിച്ചു. ആര്? യേശു. സത്യമാണ്. അവൻ്റെ ഉത്തരം ഇതായിരുന്നു. ലാസറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്തോ ചെയ്ത് അങ്ങ് കയറി ഇടപെട്ടത്. അവന് മാർക്ക് കൊടുത്തു. അതല്ലേ എൻ്റെ സത്യം. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം കെടുത്തുന്ന സകല പ്രശ്നങ്ങളിലും കയറി ഇടപെടും. ഒന്ന് അനുവദിച്ചാൽ മതി. യേശുവിനെ പാപക്കറകൾ കഴുകിക്കളയാൻ അവിടുത്തെ അനുവദിച്ചാൽ, അവിടുത്തെ സന്നിധിയിലേക്ക് വന്നാൽ ഒരിക്കലും തള്ളിക്കളയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം കെടുത്തുന്ന സകല മേഖലകളിലും ഇടപെടുന്ന ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. കരമടിച്ച് സ്തുതിച്ചേ. ഈ രാത്രി സമാധാനം, ലോകത്തിലില്ലാത്ത സമാധാനം. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ആര് തരുന്ന പോലല്ല, ലോകം തരുന്ന പോലല്ല. ആണോ? ജീവിതത്തിൻ്റെ നിർണായ മേഖലകൾ ഇങ്ങനെ ശാന്തമായി നിൽക്കാൻ ഒറ്റ കാര്യം കൊണ്ട് കഴിയും. യേശു ഉള്ളത് കൊണ്ട് കഴിയും. യേശു ഉള്ളത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. പ്രിയരെ, വലിയ പ്രതിസന്ധികളിൽ 1 ലക്ഷം രൂപ, എൻ്റെ ഓർമ്മയിൽ വെറും 1.5 ലക്ഷം രൂപയിൽ താഴെ കടമുള്ള ഒരു അച്ചായൻ രാത്രി കടുങ്കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക വീടിൻ്റെ ഉമ്മറത്ത് തിണ്ണയ്ക്ക്. അമ്മാമ്മ വന്ന് പറഞ്ഞു, കയറി കിടക്ക. ഇല്ലടി, നീ ഒരു ഇച്ചിരി കടുങ്കാപ്പിയുടെ അനത്തി വെച്ചേരെ.
കടുങ്കാപ്പി കുടിച്ച് ഇങ്ങനെ ഇരുന്നു, കൊച്ചു പീടിയും വലിച്ച്. അവരെല്ലാം അകത്ത് കയറി കിടന്നു. അച്ഛൻ അങ്ങനെ ഇച്ചിരി കഴിയുമ്പം കയറി കിടന്നോളും. രാവിലെ എഴുന്നേറ്റപ്പം കട്ടിലേ ഇല്ല, ഉമ്മറത്തുമില്ല. തപ്പിച്ചെന്നപ്പോൾ അടുത്ത പറങ്കാവയെ തെങ്ങി കിടപ്പുണ്ട്. കടം 1.5 ലക്ഷം ആരാണ്ട് വിളിച്ചൊന്നും പറഞ്ഞതാ. മക്കൾ കരയുന്ന കേട്ടു. വീട്ടിൽ നിൽക്കുന്ന മരം വെട്ടി വിറ്റ 10 ലക്ഷത്തിൻ്റെ മരം നിപ്പുണ്ട്. അതിൻ്റെ കൂടുതൽ സാധന സാമഗ്രി കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ തൂങ്ങിച്ചെത്തത്? ഒറ്റ രാത്രിയിലെ ഒറ്റ ചോദ്യം തൂങ്ങിക്കൊന്നു. എന്നാൽ കോടിക്കണക്കിന് രൂപ കടമുള്ളവർ ഇന്നും മരിക്കാതെ നിൽക്കുന്നത് അവർക്ക് അഭിമാനം ഇല്ലാഞ്ഞിട്ടല്ല, അകത്തൊരു സമാധാനമുണ്ട്. എന്താ സമാധാനം? ഈ കാലം കഴിഞ്ഞു പോകും. ഹല്ലേലൂയ. നീ ഒഴുകിപ്പോയ വെള്ളം പോലെ ഇന്നിനെ ഓർക്കുമാറാക്കും. നിന്റെ മുൻകാലത്തേക്കാൾ നിന്റെ ശേഷമുള്ള കാലത്തെ അനുഗ്രഹിക്കുന്ന മാറ്റമില്ലാത്ത ദൈവമുണ്ടെന്നുള്ളൊരു സമാധാനം ഉള്ളത് കൊണ്ടാണ്. പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല നമുക്ക് ഭ്രാന്ത് പിടിക്കാത്തത്, പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല ആത്മഹത്യ ചെയ്യാത്തത്. ഒറ്റ കാര്യമുള്ളത് കൊണ്ടാ, യേശു ഉള്ളത് കൊണ്ടാ. യേശു കരമടിച്ച് സ്തുതിച്ച്. യേശു ഉണ്ടോ സമാധാനം? യേശു ഉണ്ടോ? പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പ്രശ്നങ്ങൾക്ക് അതീതമായ ഒരു സമാധാനം. വലിയ പ്രതിസന്ധികളിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റ കാര്യമാ, ആരുണ്ട്? യേശുവുണ്ട്. അങ്ങനെ വേണം പറയണം. ആരുണ്ട്? യേശുവുണ്ട്. തിരുവനന്തപുരത്ത് എളിയവൻ ശുശ്രൂഷയ്ക്കായി പോകുന്നു. ഞാനിങ്ങനെ പറഞ്ഞ് പോകുന്ന സമയം പോകുന്ന അറിയത്തില്ല, എൻ്റെ ഒരു ബലഹീനതയാണ്. എന്നാലും എന്നെ ഒന്ന് ശ്രദ്ധിച്ച് എൻ്റെ പൊന്നു പ്രിയരെ, ഞാൻ തിരുവനന്തപുരത്തൊരു കല്യാണത്തിന് യോഗത്തിന് പ്രസംഗിക്കാൻ ചെന്നു. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, ഒരു ചെറുക്കന് പെണ്ണുകുട്ടിക്ക് ഒരു ചെറുക്കൻ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, കോട്ടയത്തു നിന്ന് അപ്പുറത്തുനിന്ന്. അപ്പോൾ പാസ്റ്ററോടെ വരണം, ഒന്ന് സംസാരിക്കണം, അവർക്ക് ആരുമില്ല, നമ്മളേ ഉള്ളൂ. ചെന്നു, പെണ്ണ് കണ്ടു. ഇറങ്ങിയപ്പം സ്വാഭാവികം അവർ ചോദിച്ചു എന്തെങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവൻ പറഞ്ഞു, വീട്ടിൽ ഞങ്ങളുടെ സ്ഥലം ഇന്നിടത്താണ്, അവിടെ ഒരു സെൻറ്റിന് ഇത്ര രൂപ, ലക്ഷങ്ങൾ വിലയുണ്ട്, പക്ഷേ ഞങ്ങൾ ഇത്രയും പേരൊക്കെ ഉണ്ട്, വീട്ടിൽ 5-6 പേരുണ്ട്, അതുകൊണ്ട് ചേട്ടന് ആർക്കെങ്കിലും ഒരാൾക്ക് അതും കൊടുക്കണം, എല്ലാവരും കൂടെ എന്തോ ചെയ്യാൻ. എന്നിട്ട് ഞാൻ എന്തോ ചെയ്യാനാ? ഞാൻ രാവിലെ മാർക്കറ്റ് ബന്ദ് അല്ലെങ്കിൽ 1500-2000 രൂപയുടെ ചുമടെടുക്കും. യൂണിയൻ തൊഴിലാളിയാണ്, നല്ല ഉശിരാ. അപ്പം ഇനി ചുമടില്ലെങ്കിൽ എനിക്കൊരു ഓട്ടോ ഉണ്ട്. സന്ധ്യ കഴിയുമ്പോൾ ഞാൻ സമയം കിട്ടുമ്പോൾ ലോഡില്ലെങ്കിൽ ഓട്ടോമായിട്ട് എങ്ങനെയായാലും ഒരു 1500 രൂപ ഉണ്ടാവും. ദൈവം തന്നിട്ടുണ്ട്, പണിയെടുക്കാനുള്ള ആരോഗ്യമുണ്ട്. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും എനിക്ക് യേശുണ്ട്, പെണ്ണെ തരുന്നെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ആരോഗ്യമുണ്ട്, പണിയെടുത്താൽ ഇത്രയും രൂപ കിട്ടും, യേശുണ്ട്, വരുന്ന പെണ്ണിനെ, അതും അതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, കൊടുക്കുകയാണ് ഇവന് കൊടുക്കുക. കാരണം അവന് ഒന്നും ഇല്ലെങ്കിലും ആരുണ്ട്? യേശു ഉണ്ടോ? എല്ലാം ഉണ്ട്. ഇന്ന് രാത്രി എൻ്റെ പ്രിയരെ എല്ലാം ഉണ്ടായിട്ട് ഉറങ്ങാൻ കഴിയാത്തോട്ട് പറയട്ടെ, ഒന്നുമില്ലെങ്കിലും പായ കിടന്നാലും ഉറങ്ങുന്ന ഒറ്റ കാര്യം കൊണ്ടാ, ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ഭയത്തിന്റെ ദുഷ്ടാത്മാവ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ദിവസങ്ങളായി ഉറക്കത്തെ അസ്വസ്ഥപ്പെടുന്ന ദുഷ്ടശക്തി യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ചില ഭയത്തിന്റെ ആ ആങ്സൈറ്റി, ആകുലത ഈ രാത്രി വിട്ടുപോകുക. വിഷാദത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ആ ഭയത്തിന്റെ മേഖലയെ ഈ രാത്രി ദൈവിക സമാധാനം എവിടൊക്കെ വ്യാപരിക്കും? നിങ്ങളുടെ ദിനവുകളെ, നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ ശരീരദേഹികളിലേക്ക് ദൈവാത്മാവിന്റെ സമാധാനം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ അന്തരീക്ഷത്തിൽ അത് അലടിക്കട്ടെ. ചിലരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അസ്വസ്ഥതകൾ, ഭയങ്ങൾ, ആകുലതകൾ, നാളെ എല്ലാവരും പറഞ്ഞു യേശുണ്ടെന്ന് പറഞ്ഞ്, യേശുണ്ട്. അടുത്തിരിക്കുന്ന ആടെ കരം പിടിച്ച് ധൈര്യമായിട്ട് പറ, ലൈവിലിരിക്കുന്നവരും പറ, ഒന്നുമില്ലെങ്കിൽ എനിക്ക് ആരുണ്ട്? യേശുണ്ട്. പ്രിയരെ, കടമുണ്ടോ? സാരമില്ല, യേശുണ്ട്. ഹല്ലേലൂയ. പിള്ളേരങ്ങ് എത്തിയിട്ടില്ല അല്ലേ? പേടിക്കണ്ട, ആരുണ്ട്? യേശുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ ധാരണയുണ്ട്, ഞാനങ്ങ് ചത്തുപോയാൽ ഇവരെന്തോ ചെയ്യുമെന്ന്. ഞാനും പേടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ചത്തുപോയ അച്ഛന്മാരെല്ലാം നോക്കി. അമ്മാമ്മ അതോടുകൂടി ആക്റ്റീവായി. പുള്ളിക്കാരത്തിൽ ലൈസൻസ് മേടിച്ചു, മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ നല്ല ജീൻസൊക്കെ ഇട്ട് ആക്റ്റീവായൊക്കെ ഓടിച്ച് മാരുതിയിലൊക്കെ പോകുന്നു. അച്ചായൻ പോയത് കൊണ്ട് ഒന്നും പോയില്ല. അച്ചായൻ്റെ ദൈവം നമ്മുടെ ദൈവമല്ലേ? ഇവർക്കൊരു അതിജീവന ശക്തി ദൈവം കൊടുക്കും. നമ്മൾ സത്യത്തിൽ ഇതിനകത്ത് അസ്വസ്ഥപ്പെടുന്നത് നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, അവർ തളർന്ന് കിടക്കുന്നത്. അതല്ല ദൈവം ചെയ്തത്. ദൈവം ഒരു സമാധാനം കൊടുത്തു. ഞാനുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇയ്യോ പറയുന്നത്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ അവനെ കാണും, അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ എന്നെ കാണും. 73-ാം സങ്കീർത്തനമൊക്കെ പറയുന്നു, ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, ഞാൻ പൊട്ടനെ പോലെ അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം കണ്ടു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. പിന്നത്തേതിൽ എന്നെ മഹത്വത്തിൽ കരമടിച്ച് സ്തുതിച്ച് ഈ രാത്രി ഭയങ്കര ഒരു സമാധാനം. ലോകം എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. യേശുവിൻ്റെ നാമത്തിൽ അസ്വസ്ഥതകളെ നുള്ളിയെടുത്ത് കളയുന്ന ഒരു പരിശുദ്ധാത്മ ശക്തി ഈ അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്നുണ്ട്. കരമടിച്ച് എല്ലാവരും സ്തുതിച്ച് അല്പസമയം സ്വീകരിച്ച് ലൈവിൽ ആരെങ്കിലും ഒക്കെ ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് നിങ്ങളെ കാണത്തില്ല, നിങ്ങളുടെ മാനസികാവസ്ഥ കാണും. അപ്പൊ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു വലിയ ആത്മനിയോഗം തരുന്നു. ആ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാൻ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്നവർ ഇന്ന് രാത്രി സുഖപ്പെടട്ടെ. ഉറക്കത്തെ കെടുത്തുന്ന അസ്വസ്ഥതകൾ, ചിന്തകൾ, ഭാരങ്ങൾ, ആത്മഹത്യ പോലെയുള്ള ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. ഭയങ്കര സമാധാനം ഈ രാത്രി ജനത്തിനുമേ വ്യാപരിക്കട്ടെ. എല്ലാവരും സ്തുതിച്ച് ആരാധിച്ച് അല്പസമയം ശക്തമായി പരസ്യ സ്ഥലത്തിൽ ഇരുന്നുകൊണ്ട് ഇന്നും ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ ഈ ഇമ്മാനുവേൽ ഗ്രൗണ്ടിൽ അർത്ഥം ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ. റഗന റിഗന രബന ഹദന റിഗല രഗജ രഗന ശഗന ദിഗന. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഓരോ വ്യക്തികളിലേക്ക്, ശരീരാത്മ ദേഹികളിലേക്ക്, കുടുംബത്തിനകത്തേക്ക് ഒരു കാരണവുമില്ലാതെ ഉണ്ടാകുന്ന അസ്വസ്ഥതകളിലൂടെ സമാധാനം കെടുത്തുന്ന ദുഷ്ട അരൂപി ശക്തികൾ യേശുവിൻ നാമത്തിൽ കുടുംബതലം വിട്ടുപോകട്ടെ. ആ ബെഡ്റൂമിനകത്ത്, കുടുംബത്തിനകത്ത് ഒരു കാര്യമില്ലാതെ ഒന്നിനു പുറകെ ഒന്നായി പലരെ തമ്മിൽ ഒരു കാര്യമില്ലാതെ ശണ്ടയിടിപ്പിച്ച് വാക്കുതർക്കം ഉണ്ടാക്കി ഓരോ ദിവസത്തെ സമാധാനത്തെ കെടുത്തുന്ന, അറത്ത് മുട്ടിച്ച് മോട്ടിക്കുന്ന ദുഷ്ടശക്തികൾ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുപോയിട്ട് ജീവൻ തരാനും സമൃദ്ധിയായി തരുവാനും ഞാൻ വന്നു എന്ന് പറഞ്ഞ് യേശുവിനോടുള്ള സമാധാനം കുടുംബ മേഖലകളിലേക്ക് എക്സാമിന്റെ സമയം വല്ലാത്ത വെപ്രാളം പിടിപ്പിച്ച് പഠിച്ചതെല്ലാം മറപ്പിച്ച് സമാധാനം കെടുത്തുന്ന അനുഭവങ്ങൾ മാറിയിട്ട് എൻ്റെ സമാധാനം കുഞ്ഞേ, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു വചനം പറഞ്ഞ് ഇന്ന് രാത്രി ആ സമാധാനത്തെ സ്വീകരിച്ച് എൻ്റെ യേശു ആരാന്നറിയാമോ? സമാധാന പ്രഭുവാ, സമാധാന പ്രഭു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവാം ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് എന്തുണ്ടാകട്ടെ? കൃപയും സമാധാനം ഉണ്ടാകട്ടെ. വാക്കെല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 4-ാം വാക്യം, കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, 2-ാമത്തെ തലം 4-ാം വാക്യമാണ്. കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, യേശുവിനോട് സ്നേഹം, വിശുദ്ധന്മാരോട് സ്നേഹം. യേശുവിനോട് സ്നേഹം, വിശുദ്ധന്മാരോട് സ്നേഹം. ഈ കുരിശിന് 2 തലങ്ങളാണ്. നമ്മുടെ ചിഹ്നം കുരിശല്ലേ? നമ്മൾ കാൽവറി കുന്നിലല്ലേ നമുക്ക് വേണ്ടി ആ ദീപം കത്തിച്ചത്? കുരിശെന്താ? ഒന്ന് നെടിയ തലമ, കർത്താവിനോട് സ്നേഹം. 2 വിരിക്കപ്പെട്ട ഈ തലങ്ങൾ എന്താ? അത് കാണിക്കുക, മനുഷ്യരോടുള്ള സ്നേഹം. അപ്പം ക്രിസ്തുവിനുള്ള സമാധാനം ലഭിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ വർദ്ധിക്കും. ഒന്ന് യേശുവിനോടുള്ള സ്നേഹം, 2 മനുഷ്യരോടുള്ള സ്നേഹം. എല്ലാവരും പറഞ്ഞ്, യേശുവിനോട് സ്നേഹം, മനുഷ്യരോട് സ്നേഹം. എന്നാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. നല്ല കൂളായിട്ടൊക്കെ നടന്ന പിള്ളേരൊക്കെ ഇച്ചിരി കൃപയും വരവും 2 പോസ്റ്ററി പേരും ഒരു കൺവെൻഷനൊക്കെ പിന്നെ മിണ്ടത്തില്ല. എന്തുകൊണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇവർക്ക് മിണ്ടാനൊക്കെ പാടാ. എൻ്റെ ഒരു സുഹൃത്ത്, കഥയല്ല, നടന്ന കാര്യം. ഒരു ബാങ്കിൽ ചെന്ന്, ബാങ്ക് മാനേജർ വലിയൊരു പട്ടനാ, ഇവൻ്റെ സുഹൃത്താ, എൻ്റെ കൂട്ടുകാരൻ്റെ സുഹൃത്താ. അപ്പോൾ അവിടെ ഒരു വലിയ പാസ്റ്റച്ചായം വന്നു, ബ്രീഫ് കേസൊക്കെ ആയിട്ട്. അതിനകത്ത് മുഴുവൻ ചെക്കും ഡോളറും ഒക്കെ എല്ലാം സബ്മിറ്റ് ചെയ്യാനൊക്കെ വന്നതാ. അപ്പോൾ ഈ പട്ടന് മാനേജർ ഇവനോട് പറഞ്ഞാൽ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള വലിയൊരു ഭാഷ ചെന്നൊന്ന് പരിചയപ്പെടാൻ പറഞ്ഞു. ഇവൻ ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. രസികനായൊരു സുഹൃത്താ. പുള്ളി അടുത്ത് എന്നിട്ട് പറഞ്ഞു, ദൈവദാസനെ പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം 2 മിനിറ്റ് കഴിഞ്ഞേ വരത്തുള്ളല്ലോ ഈ വാക്ക്. കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവൻ പറഞ്ഞു, അച്ഛാ ഈ ഒറിജിനൽ സൗണ്ടിൽ ഒരു പ്രൈസ് ലോർഡ് പറയാൻ ചോദിച്ചു. ഓർക്കാപ്പുറത്തല്ലേ? പുള്ളി പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഇങ്ങനെ സൗണ്ട് മാറ്റുന്നത്? എന്തിനാ? ഒറ്റ കാര്യമാണ്, ഈ മനുഷ്യരോട് എന്തില്ല. നമുക്ക് എത്ര ആയുസുണ്ട് ഇതൊക്കെ പറഞ്ഞാലും? 80 വർഷം, 70 ഏറെയായ 80 ആണോ? 80 വർഷം ഉണ്ടെങ്കിൽ 29,000 ദിവസമേ ഉള്ളൂ. ഇനി എത്ര ദിവസം ഉണ്ടെന്ന് കൂട്ടിക്കോണം. എങ്ങനെ കൂട്ടാം? ഈസിയാണ്. 80 മൈനസ് നമ്മുടെ പ്രായം ഇൻറ്റു 365. എനിക്ക് വയസ്സ് 52. 80 മൈനസ് 52, ഇനി 28 ഉള്ളൂ. 80 വരെ പോയാൽ, പക്ഷേ അച്ഛൻ 75 പോയി, അമ്മ 65 പോയി. ഇതെല്ലാം കൂടെ കൂട്ടണേ. നമ്മുടെ പാരമ്പര്യം എല്ലാം കൂടെ കൂട്ടിയാൽ പിന്നെ പോട്ടെ. മാക്സിമം എത്ര? 80. ഞാൻ കൂട്ടിയപ്പോൾ എനിക്കിനി ഒരു 9,000 ദിവസമേ ഉള്ളൂ. 28 ഇൻറ്റു 365, 3 2 6, 3 24, ഇത്രയേ ഉള്ളൂ. 9,000 ദിവസമുള്ള കട്ടിച്ച്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുമായിരുന്നു. പിണങ്ങിയാൽ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. എനിക്ക് അസ്വസ്ഥ തോന്നിയാൽ ഞാൻ പോയി സെറ്റ് ചെയ്യാൻ കിടക്കും. ഒരു ദിവസം ഞാനും ഭാര്യയും കൊണ്ടിരുന്ന ദിവസം കണക്ക് കൂട്ടിയപ്പോൾ ഇത്രയും ദിവസമുള്ളൂ. അതിനകത്ത് പകുതി ദിവസം കൺവെൻഷൻ ചെല്ലുമ്പോൾ 2 മണി 3 മണി, പിന്നെ തിരക്ക്, അങ്ങനെ ഇടയ്ക്കെല്ലാം പുറത്ത് ഇങ്ങനെ കണക്ക് കൂട്ടൊക്കെ കുഴിഞ്ഞ് ഒരു ദിവസം സെറ്റ് ചെയ്യുമെന്ന് കിടന്നപ്പോൾ അവർ രാത്രി വന്ന് ഉറക്കത്തിൽ തോണ്ടി വിളിച്ചു, വാ അകത്ത് വന്ന് കിടക്കാം. ഞാൻ പറഞ്ഞു, ഇല്ല ഇവിടെ കിടന്നോളാം. അവളുടെ ചെവി പറഞ്ഞു, ഇത്രയും ദിവസമുള്ളൂ, വേണേ വന്ന് കിടക്കാൻ പറഞ്ഞു. പേടിച്ചു പോയി. ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് പേടിയായി പോകും. കാരണം ഇത്രയും ദിവസമല്ലേ ഉള്ളൂ, പിണങ്ങല്ലേ, ഇത്രയും ദിവസമല്ലേ ഉള്ളൂ. ഈ പിണങ്ങി കിടക്കുന്നവരെല്ലാം ഓർത്തോണം, ദൈവത്തോടും മനുഷ്യരോടും സ്നേഹം വേണ്ടേ? ഒരു സഹോദരിയുടെ കഥ ഞങ്ങൾ കഥ പറയും, കഥയല്ല അനുഭവം. പക്ഷേ ഒറ്റ കാര്യം ഉറപ്പ് തരാം, ആരാന്ന് ആർക്കും പിടികിട്ടത്തില്ല. കിട്ടുമോ? ഇല്ല. ഉഗാണ്ട നടന്നത് അമേരിക്ക നടന്നതായിട്ട് പറയും, കഥ മാറ്റും, സ്ഥലം മാറ്റും, കഥ പറയും. നന്മയ്ക്കാ. എന്നെ ഒരു സഹോദരി വിളിച്ചു, കോവിഡിൻ്റെ മൂർധന്യതയിലാണ്, ഭർത്താവ് ഗൾഫിലാണ്. കേൾക്കണോ? പൈസ അയക്കാൻ താമസിച്ചു. അയക്കാൻ എന്തൊക്കെ ഒത്തില്ല. പക്ഷേ ഇവൾ അസ്വസ്ഥയായി. ഇവളെ പിടിപ്പെടാന്ന് വിളിച്ചു, പൈസ അയക്കാൻ താമസിച്ചു. ഒടുവിൽ ഇവൾക്ക് പൈസമായി, പിണക്കായി, കോൾ എടുക്കാതായി. 1-2 ദിവസം പൈസ ഇവിടെ ആവശ്യമാണ്, താമസിച്ചു. ഒടുവിൽ അയാൾ പൈസ അയക്കൂ. പക്ഷേ ഇവൾ ആ വാട്സപ്പ് പോലും തുറന്നു നോക്കിയില്ല. പിണങ്ങി രാത്രി ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അവളെന്ത് ചെയ്തു? ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചു. അവൾ ഉറക്കത്തിൽ കാണുക, രാത്രിയിൽ കട്ട വിളിക്കുന്നു. വിളിക്കട്ടെ. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം 18 മിസ് കോൾ. സന്തോഷമാണ് അവൾക്ക്. ഇനിയെങ്കിലും മര്യാദയ്ക്ക്. പിണങ്ങി അവൾ വാശി കാണിച്ചതാ. ഉച്ചയായപ്പോൾ ഒരു കൂട്ടുകാരൻ വിളിച്ചു, ഇന്നാരാണോ? ആണു. എന്താ? നിൻ്റെ ഭർത്താവ് ചത്ത് കിടപ്പുണ്ട് മുറിക്കകത്ത്. അറ്റാക്ക് വന്നപ്പം വിളിച്ചാ. അവൾ ഒറ്റ കാര്യം കൊണ്ട് ചിന്തിച്ചു, എന്നെ വേദനപ്പെടുമ്പോഴല്ലേ വിളിച്ചേ, എടുത്തിരുന്നെങ്കിൽ. ആ ഒറ്റ ചിന്ത ആ പെണ്ണിനെ മാനസികരോഗാശുപത്രിയിലാക്കി.
ആ ഒറ്റ ചിന്ത അവൾ ഇന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അപ്പനില്ല അമ്മയില്ലാതാക്കി. അവൾ വിഷാദരോഗിയായി. ഒരു രാത്രിയിലെ പിണക്ക. എന്തോന്ന് പിണക്കം? ഈ മനുഷ്യരോട് സ്നേഹമില്ലാത്ത എന്തോന്ന് ആത്മീയത? ഒരു വ്യക്തി ആരാന്ന് നമ്മൾ അറിയുന്നത് എപ്പോഴാണെന്നറിയാമോ? മരിക്കുമ്പോഴാണ്. അന്നേരം വിട അറിയത്തുള്ളൂ. എനിക്ക് ഒറ്റ പെങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, മരിച്ചുപോയി. ഞാൻ ഇന്ന് ഒരേ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ സഹോദരന്മാരില്ല, സഹോദരിയില്ല, സ്വന്തം നൂറുകണക്കിനുണ്ട്, അത് സത്യം. മറ്റൊന്ന് എന്നാലും ഏച്ചു വെച്ചാൽ എന്തിരിക്കും? മുഴിച്ചിരിക്കും. സത്യമല്ലേ? സത്യ. എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടമുണ്ട് ഇന്ന്. അവധി എന്ന് പറഞ്ഞാൽ കേൾക്കുന്നതിന് മുമ്പ് എൻ്റെ പെങ്ങൾ വരും, പിള്ളേരെ നാലിനത്തെ തട്ടിക്കൊണ്ട് പോകും. അവിടെ അവകാശ അവധിയാണോ 5 ദിവസമാണെങ്കിലും അവിടെ കൂടാ. പിള്ളേർക്ക് ഇഷ്ടമാണ്. പ്രിയമ്മയെടുത്ത് എന്നോ എല്ലായിടത്തും കൊണ്ടുപോകും, കഴിക്കാൻ കൊണ്ടുപോകും, കളിക്കാൻ കൊണ്ടുപോകും. അവൾക്ക് വയ്യായെങ്കിലും പിള്ളേരെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാ. ബീച്ചിൽ കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോകും. ഇന്ന് ഞാൻ അവധി ഇട്ടാൽ എവിടെ വിടും? എൻ്റെ കൂടെ 10,000 വിശ്വാസിയുണ്ട്. അവധിക്ക് എൻ്റെ പിള്ളേരെ കൊണ്ട് വിടാൻ ഒക്കൂ? ഇല്ല. ഞാൻ എവിടെ വിടും? എനിക്കിന്ന് പാതിരാത്രിക്ക് ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ പോകും? പ്രിയരെ, പോകുമ്പോഴേ വില അറിയത്തുള്ളൂ. മനുഷ്യനായും മനുഷ്യരൊക്കെ പിണങ്ങി ജീവിക്കുക. എന്തിന്? അച്ചായൻ പറയുക ചേട്ടനുമായിട്ട് കേസാ. എന്താണെന്നറിയാമോ? വസ്തു വീതം വെച്ചു ഈക്കല. പക്ഷേ അനിയൻ്റെ വസ്തുവിനകത്ത് തേക്കെണ്ണം കൂടുതലുണ്ടെന്ന്. അതിന് കേസ് കൊടുത്തേക്കുക. ഞാൻ ഈ ചേട്ടായിയോട് സംസാരിച്ചു. ചേട്ടായി വിട്ടുകള, സിവിൽ കേസാ, എത്ര നാളെടുക്കും? ഈ ചേട്ടൻ എന്നോട് പറഞ്ഞാൽ അറിയാമോ? നീളട്ട് കേസ്. ഞാൻ ചോദിച്ചാൽ അതന്നെ. അപ്പോഴത്തേന് തേക്കിന് വണ്ണം കൂടുമല്ലോ. എങ്ങോട്ട് കൊണ്ടുപോവാ? കൂടപ്പുറപ്പിനോട് കേസ് പറഞ്ഞ് മേടിച്ചിട്ട് എങ്ങോട്ട് പോവാ? പാടത്തിലെ നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി പോകും. ലോകത്തിൽ എനിക്കില്ല ഒന്നും കൊണ്ടുപോകാൻ. ആർക്ക് വേണ്ടി? പക്ഷേ ഞാൻ മറ്റൊരു വീട്ടിൽ കണ്ടു കേട്ടോ, പാവം പിടിച്ചോനാ. അനിയനെ കുടുംബം കൊടുക്കണ്ടേ? അനിയനെ കുടുംബം കൊടുക്കാൻ അപ്പം തുടങ്ങിയപ്പോൾ ഈ അനിയൻ വന്ന് പറയുന്നു, അപ്പൻ എന്തോ മണ്ടതര കാണിക്കുന്നേ, എന്തോടാ നിനക്കല്ലേ കുടുംബം? നീ അല്ലേ ഇളയത്? ആണു. അതുകൊണ്ട് ഇവന് മൂത്തതാ, ഇവന് വയ്യ, അവന് 2 പെൺപിള്ളാരാ, അവൻ ഇനി അങ്ങനെ വീട് വെക്കും? നീ അങ്ങനെ വെക്കും? അത് ഞാൻ എങ്ങനെയും വെച്ചോളാം, എനിക്ക് ആരോഗ്യമുണ്ട്. കൊടുക്കെന്ന് പറഞ്ഞ് ചേട്ടന് കുടുംബം കൊടുത്തിട്ട് ഒന്നും ഇല്ലാത്തവനായി അവൻ്റെ ഓട്ടോയെ കയറി പിള്ളേരെ കെട്ടി ഇറങ്ങുമ്പോൾ അവൻ്റെ മുഖത്തോട് നോക്കിയ രാജാവിൻ്റെ കലയാ. വഴക്ക്, പിണക്കം. എന്തിന്? ചത്തുപോകുന്നതിന് മുമ്പ് ഇണങ്ങിക്കോണം. എഴുതി വെച്ച് മരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. 15 വർഷമായിട്ട് ഭാര്യയും ഭർത്താവും മിണ്ടത്തില്ല, എഴുതി വെക്കും. ഇത്ര ഉപ്പ്, ഇത്ര കടല. പിള്ളേർ കല്യാണം ഇതിനിടയ്ക്ക് നടത്തിയപ്പോഴും എഴുതിയായിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ചത്ത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം വിവരം അറിയുന്നത്. അതുകൊണ്ട് ഒറ്റ രാത്രി പിണങ്ങിയേക്കരുത്. ഉറക്കത്തിൽ ചത്തുപോയാൽ ഗതികേടാ, ഭ്രാന്ത് പിടിക്കും. ആണ് ഇപ്പോഴാണ് ഓർത്തല്ലേ? ഉറക്കത്തിൽ ചത്തുപോയാൽ ഗതികേടല്ലേ, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഒറ്റ ദിവസവും പിണങ്ങരുത്. സ്വോത്രം ചെയ്തേ, കരം ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചേ. യേശുവിനോട് സ്നേഹമുണ്ടോ? എല്ലാവരോടും സ്നേഹം ഉണ്ടാകും. വിശുദ്ധന്മാരെ സ്നേഹിക്കണം, സഹവിശ്വാസികളെ സ്നേഹിക്കണം. അല്ലാത്ത ഒരുത്തനും യേശുവിനോട് സ്നേഹമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോടും കൈപ്പായിട്ടിരിക്കരുത്, ആരോടും പിണങ്ങരുത്. കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹമുള്ളിടത്ത് എന്തോ കാണുമെന്നറിയാം, വിശ്വാസം ഉണ്ടാവും. ഇന്ന് മനുഷ്യൻ്റെ ഒരു പ്രശ്നം, എല്ലാവരും എനിക്കിട്ട് പാരയാന്നാ. എൻ്റെ പാസ്റ്ററേ, അവരെനിക്കിട്ട് എന്താ വെക്കുക? പാര വെക്കുക. നമുക്ക് അവർ പാരയാന്ന് തോന്നുന്ന ഒറ്റ കാര്യം കൊണ്ട് നമ്മൾ ഊരാപ്പാരയാണ്. അതുകൊണ്ടാണ് ഈ പാരയാന്ന് തോന്നുന്നത്. ഇനി വേറൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? കൂടോത്രമാണ്. അയ്യോ, അവർ കൂടോത്രം. ഇത് കേൾക്കുമ്പോഴത്തേനും നമ്മൾ കുറേ പേര് അഴിക്കാനും. എൻ്റെ പൊന്നു പ്രിയരെ, അങ്ങനെയൊന്നും കൂടോത്രം ചെയ്യത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാം? ലോക്കൽ കൂടോത്രക്കാരൻ 5000 രൂപ മിനിമം കൊടുക്കണം. ഫ്രീ ആയിട്ട് കൂടോത്രം ചെയ്യുന്ന ഒരാളെ കൊണ്ട് കാണിക്കണം. നല്ല കൂടോത്രക്കാരനാണെങ്കിൽ 50,000 രൂപ തൊട്ട് 1,00,000 രൂപ വരെ റേറ്റാ. ഇത്ര പേരാണെന്നറിയാം കൂടോത്രത്തിന്. അല്ല, ഇവരത്രയും കാശ് നിങ്ങൾക്ക് മുടക്കുമോ? ഇത്രയും കാശ് നിങ്ങൾക്കിട്ട് മുടക്കുമോ? എനിക്ക് തോന്നുന്നില്ല മുടക്കും. അതുകൊണ്ട് എത്ര കിലോ ഇറച്ചി അവർക്ക് മേടിക്കാം. അവരെന്തോ അങ്ങനെ ഇനി അഥവാ കൂടോത്രം ചെയ്താൽ എന്തോ പറ്റൂ? എൻ്റെ കൈ കൊണ്ട് ഈ കൈ കൊണ്ട് വാരിയ കൂടോത്രത്തിന് കയ്യും കണക്കില്ല. ഞാനിപ്പോൾ വാരി നിർത്തി. കാരണം എന്നോട് എൻ്റെ അപ്പം പറയണം, ഇനി വാരണ്ട. ഞാൻ കുഴിച്ച് എൻ്റെ ഏട്ടപാട് കുടിക്കാൻ നിർത്തുന്നെല്ലാം കൂടോത്രമായിരുന്നു. വാരിയിട്ട് എന്താ പറ്റി? ഒന്നും പറ്റിയില്ല. എന്താ കാര്യം? ഞാൻ അവൻ ഉള്ളം കയ്യിലിരിക്കാൻ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്ന് നേരിടുന്ന എല്ലാം തൻ്റെ ഹിതമാണെന്നുള്ള വിശ്വാസം. കരമടിച്ച് സ്തുതിച്ചേ. സ്നേഹമുണ്ടോ? വിശ്വാസം ഉണ്ടാകും. സ്തുതിച്ചേ. കൂടോത്രത്തിലല്ല വിശ്വസിക്കേണ്ടത്, കർത്താവിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. കൂടോത്രം ഇല്ലെന്നോ കൂടോത്രത്തിൻ്റെ ബന്ധനങ്ങളില്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ ഇതൊന്നും ഇല്ലെന്നുള്ള ഒരു വിശ്വാസത്തിൽ പറയല്ല. ഇതെല്ലാം ഉണ്ടായിക്കോട്ടെ. അപ്പോഴും അതിനപ്പുറത്തൊരാളുണ്ട്. യേശുവിലുള്ള വിശ്വാസമുണ്ട്. സ്തുതിച്ചേ. പഴയ ഹോളുകളെല്ലാം തപ്പിച്ചെല്ലണം. പഴയ പല ഹോളുകളും വില കുറച്ച് കിട്ടിയത് വേണ്ടാത്ത സ്ഥലത്തായിരുന്നു. പേടിയായിരുന്നു. ശാപം കിട്ടിയ സ്ഥലം, അങ്ങനത്തെ പ്രേതമുണ്ടെന്ന് പറഞ്ഞ സ്ഥലം, അതൊക്കെ ഈസി ആയിട്ട് മേടിച്ചത്. വില കുറച്ച് കിട്ടി. അങ്ങനെ എവിടെ സ്ഥലമുണ്ടോ കിട്ടിക്കണം. ഞാൻ എത്ര മച്ച് പൊളിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? കാരണം പൊളിക്കാൻ പേടിയാ. പാസ്റ്റർ പൊളിക്കാം. പിന്നെ
പിന്നെ കാരണം അതിനകത്ത് പൊളിച്ചാൽ കൈ പോകുന്നാണ് പറയുന്നത്. എന്തോന്ന് പോകുന്നു? ഒന്നും പോകത്തില്ലെന്താ. എൻ്റെ കൂടെ ആരുണ്ട്? യേശു. പറഞ്ഞേ യേശു. മനുഷ്യൻ പലപ്പോഴും പേടിക്കുമ്പോൾ വിശ്വാസം പോവുക. രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ അപ്പം മരിച്ചപ്പോൾ എൻ്റെ അപ്പൻ്റെ കൂട്ടുകാരൻ വന്ന് പറഞ്ഞ് എഴുതിച്ച ഒരു വാക്കുണ്ട്. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. ഇവർ രാത്രി പ്രാർത്ഥിക്കുക. കുറച്ച് പേരുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വീട്ടിൽ പോകണം. എത്ര മണിക്കാണ്? 2 മണിക്ക്. വണ്ടിയില്ല, നടന്ന് പോവുക. 2 പേരും കൂടെ നടന്നു പോയി. ബാക്കിയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ നടന്നു പോയി. റാന്നി വെല്ലുവിളിയുണ്ട്. അവിടെ ചെന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞാൽ ഇറങ്ങിയപ്പോൾ ചങ്ങല വലിക്കുന്ന ശബ്ദം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓർക്കും, സെമിത്തേരിയിൽ ശബ്ദം കേട്ട ആരാ ആണേ. സെമിത്തേരിയിൽ ആരും എന്ത് ചെയ്യത്തില്ല? മിണ്ടത്തില്ല. മിണ്ടുവോ? അവിടെ ശബ്ദം കേട്ടാലോ? നമ്മുടെ ഒരു സഹോദരൻ ഭയങ്കര വെള്ളമായിരുന്നു, രക്ഷിക്കപ്പെട്ടു, പിന്നെ പിന്മാറിപ്പോയി. അവസാനം കല്ലറയിലായിരുന്നു. അട്ടന്നൊരു കാര്യം, കല്ലറയിൽ കിടക്കുക. വെളുപ്പിനെ അതുവഴി ഒരാൾ കയറിപ്പോയി. അപ്പം കല്ലറ ഇരുട്ടല്ലേ, ചെറിയ വരുക്കുന്നുള്ളൂ. അയാൾ ഈ പോയ ആൾ ചോദിച്ചു, ഒരാൾ അവിടെ ഇരിക്കുന്നു, ആരാ? ഇയാൾ പറഞ്ഞു, അകത്ത് ചൂടായതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിരുന്നെന്ന് പറഞ്ഞു. ആ പുള്ളി ഫ്ലാറ്റായി. അകത്ത് ചൂടായത്. അവിടെ ശബ്ദം. ഇവർ രണ്ടും കൂടി ഇരുന്ന് ശാസിച്ചു, പൽസിച്ചു. ആ വീട്ടിൽ ചെന്നപ്പോൾ 103 ഡിഗ്രി പനിയായിട്ടൊരു കുഞ്ഞിങ്ങനെ ഫിറ്റ്സ് പോലെ വരിക. അവർക്ക് വണ്ടിയില്ല. രാത്രി അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നു. ഈ പെന്തക്കോസ്റ്റ് എക്സ്പീരിയൻസ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിറ്റേ ദിവസം യോഗം നടക്കുമ്പോൾ ഒരു ആൻറ്റി അതുവഴി വന്നു. റോഡേ പോയി ആദ്യമായിട്ട് വരിക. ആൻറ്റി യോഗത്തിനിടയ്ക്ക് ഒരു ഇട്ടി മുഴക്കുന്ന പ്രവചനം. കർത്തദാസന്മാരെ, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയും, ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചു. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നിങ്ങളൊരു ശബ്ദം കേട്ട് പിശാചാന്ന് തെറ്റിദ്ധരിച്ചു. നിങ്ങൾ കേട്ടത് പിശാചല്ല, നിങ്ങളെ കാക്കാൻ ഞാൻ അയച്ച ദൂതന്മാരുടെ കുതിര കുളമ്പടികളാണ്. നമ്മളോർത്ത് എന്താന്ന്? പിശാചാന്ന്, കുതിര കുളമ്പടികളാണ്. പിറ്റേ ദിവസം എങ്ങാണ്ടൊന്ന് വന്ന് ആദ്യം വരുന്നൊരു ദൈവദാസി ദൂത് പറയുക, അപ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ എവിടെ പോയാലും എന്നെ കാക്കാൻ ദൂതന്മാരുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഭയങ്ങളെല്ലാം മാറട്ടെ. യേശുവിനോട് സ്നേഹം, മനുഷ്യരോട് സ്നേഹം. മനുഷ്യഭയം എന്നൊരു കെണിയുണ്ട്, കേട്ടിട്ടുണ്ടോ? മനുഷ്യഭയമാണ് ഏറ്റവും വലിയ കെണി. ഒതുക്കിക്കളയും, ഉരുക്കിക്കളയും, തകർത്ത് കളയും. ഇന്ന് രാത്രി നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ആഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദുസ്വലോകങ്ങളെ ദുഷ്ടാത്മ സേനയോടോ. ഈ രാത്രി സ്നേഹമുണ്ടോ? വിശ്വാസമുണ്ട്. നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട്, നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ. അപ്പോൾ സ്നേഹവും വിശ്വാസവും ഉള്ളിടത്ത് എന്തോ ഉണ്ട്? കൂട്ടായ്മയുണ്ട്. പ്രിയരെ, അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. വീട്ടിൽ ഇരുന്നാൽ ലൈവിൽ കൂടെ കേൾക്കാം, പക്ഷേ എന്ത് കിട്ടത്തില്ല? കൂട്ടായ്മ കിട്ടത്തില്ല. ഒറ്റ യോഗം മുടക്കേക്കരുത്, ഒറ്റ യോഗം മുടക്കരുത്. ഇന്ന് പുറത്ത് പോകുന്ന പല പിള്ളേരും ഉണ്ടല്ലോ, ഇംഗ്ലീഷ് ചർച്ചിൽ പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. മലയാളം അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. മലയാളം ഏത് ഭാഷയെ പ്രാർത്ഥിക്കുന്നു അതാണ് നമ്മുടെ മാതൃഭാഷ. സ്പോണ്ടേനിയസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ. പക്ഷേ ഈ പല പിള്ളേരും ഇംഗ്ലീഷ് ചർച്ചിൽ പോകുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ്. എന്താണെന്നറിയാം? മലയാളം ചർച്ചിലാണെങ്കിൽ ഒരാഴ്ച കണ്ടില്ലേ ഭാഷ തപ്പി വരും. 2 ആഴ്ച കണ്ടില്ലെങ്കിൽ പിന്നെ മുറിക്കാത്തേക്ക് വരും, കൂട്ടുകാർ താമസിക്കാത്തേക്ക് വരും. ഇതാ എന്നെ കാണാഞ്ഞേ. ഇംഗ്ലീഷ് ചർച്ചിലാണെങ്കിൽ ആകും വരത്തില്ല. അതുകൊണ്ടാണ് പല ഇംഗ്ലീഷ് ചർച്ചിൽ പോകുന്നുള്ളത് ഒരു സത്യം. പക്ഷേ ഒരു കാര്യം ഓർത്തണേ, നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കൂട്ടായ്മക്കാരാണ്. നിൻ്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടത് എൻ്റെ പ്രാർത്ഥനയെ നിന്നെ ഓർത്ത് എൻ്റെ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. ചിലരെ സ്തോത്രം ചെയ്യുന്നു. പൗലോസ് ഇപ്പം പറയാം, നിന്നെ ഓർക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, അവിടെ കൊണ്ടൊന്ന് അവസാനിപ്പിക്കാം. ചിലരെ ഓർത്താൽ എന്തോ വരും? സ്തോത്രം. എന്തുകൊണ്ട് വിശേഷം? പാസ്റ്റ് എന്നെ കാണുമ്പോൾ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്ന ഒന്നുണ്ട് അമ്മച്ചിമാരുണ്ട്. എൻ്റെ പൊന്നുമക്കളെ, എനിക്ക് വേണ്ടി ഞാൻ നമ്മൾ അവരെ കണ്ടില്ലെങ്കിലുണ്ടല്ലോ, സത്യമായിട്ട് അമ്മച്ചിക്ക് അസുഖമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ അമ്മച്ചി ഇപ്പോഴും എൻ്റെ ലൈവ് ഉണ്ടെങ്കിൽ അമ്മച്ചി അവിടെ കാണും. ഞാൻ ആ കസേര തൊട്ട് പ്രാർത്ഥിക്കും. അമ്മച്ചിക്ക് ഒരു കസേരയുണ്ട്, കയ്യുള്ളൊരു കസേരയാണ്. ഈ അമ്മച്ചി ചാകല്ലേ, കാരണം നമുക്കൊരു അമ്മച്ചി അവിടെ ഇരിക്കട്ടെ. എന്നാൽ എല്ലാവരുടെയും കാര്യത്തിൽ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒക്കുമോ? ഉള്ളു തുറന്ന് ഇല്ല. ചെല്ലേ ഓർക്കുമ്പോൾ എന്ത് വരും? സ്തോത്രം. ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു, എന്ത് പറഞ്ഞാലും വല്ലാത്ത മറുപടിയെ പറയത്തുള്ളൂ. ഞായറാഴ്ച കണ്ടില്ല, തപ്പിച്ചെന്നപ്പം ചോദിച്ചു, എന്നാ വരാഞ്ഞ്? മറുപടി, നിങ്ങളുടെ സഭയിൽ ഞാൻ വന്നപ്പോൾ 100 രൂപ പത്രത്തിൽ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു, എല്ലാ ആഴ്ചയിലും വന്നാണ്. എഗ്രിമെൻറ്റ് വല്ല സൈൻ ചെയ്തിട്ടുണ്ടോ? അഹങ്കാരം വേണം, കയ്യും കാലും എല്ലാം കൂടെ വെക്കാം മക്കളെ. അവരെ ഓർക്കുമ്പം പേടിയാ. ഒരു രാത്രി ഞാൻ എങ്ങാണ്ടൊന്ന് ലൈറ്റായിട്ട് വന്നെന്ന് ഭാര്യയ്ക്ക് തീരെ വയ്യ, അവൾ കിടക്കുക. അവളെ ഉണർത്താതെ ഞാൻ ആ മുറിയിൽ കിടന്നു. നല്ല ഉറക്കത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഇവൾ ചാടി ഉണർന്നിരിക്കുക, വിറയ്ക്കുന്നു, മിണ്ടാൻ വയ്യ. വെള്ളം കൊടുത്തു. എന്താ പറ്റി? പേടിച്ചു വെച്ചാൽ എന്താടി? പേടിച്ചു. എന്തുവാ? ഞാനൊരു സ്വപ്നം കണ്ടു. എന്തോന്ന്? ആ സ്ത്രീ നമ്മുടെ മുറിയിൽ നിൽക്കുന്നേ. അവളെ സ്വപ്നം കണ്ടിട്ട് വിറയ്ക്കുക. ഞാനാണ് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞേനെ, ഉറക്കത്തിൽ പോലും സഹോദരി നിന്നെ ഓർത്ത് എൻ്റെ ഭാര്യ ഞെട്ടിക്കൊണ്ടിരിക്കുക. ചെല്ലേ ഓർത്താൽ ഞെട്ടൽ വരും. എന്തുകൊണ്ട് വിശേഷം? എല്ലാം ഉണ്ട്. എന്നെ ഇവരെ ഇതല്ലേ ഇത് ഒരു സന്തോഷത്തിന് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കുക, വഴി അറിയാമായിരുന്നോ? ഇങ്ങനെയുള്ള മനുഷ്യരെ ഓർക്കുമ്പോൾ എന്താ വരും? സ്തോത്രം വരുമോ? ഇല്ല. എന്നാൽ ചിലരെ ഓർത്താൽ എന്താ വരും? സ്തോത്രം. പ്രിയരെ, ഒരു മനുഷ്യൻ നെടുവീർപ്പ് മേളിലോട്ട് പോയെങ്കിലുണ്ടല്ലോ, അതാ ഈ ബന്ധനം. മേളിലോട്ട് നെടുവീർപ്പ് പോയോ താപ്പോട്ട് അനുഗ്രഹം വരത്തില്ല. എന്നാൽ ദൈവസന്നിധി ഇരിക്കുമ്പോൾ എന്നെ നിങ്ങളെ ഓർത്ത് ഹൃദയം നിറഞ്ഞ ഒരാൾ സ്തോത്രം ചെയ്താൽ തമ്പുരാൻ്റെ അനുഗ്രഹം വർഷിക്കപ്പെടും. ഒറ്റ മനുഷ്യന് നെടുവീർപ്പിടാനൊരു അവസരം കൊടുക്കരുത്. അവസാനിപ്പിക്കട്ടെ. എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ, കാർഡിയോളജി ഇരുന്ന ഇവിടെ മെഡിക്കൽ കോളേജ്, അത് എനിക്കിഷ്ടം പോലെ സമയം എല്ലാവരെയും കൊണ്ട് ആശുപത്രി പോകാൻ എൻ്റെ ജോലി.
അദ്ദേഹം ഒരിടത്തിരിക്കുമ്പോൾ ഞാനൊരു സൗകര്യം കൊണ്ട് പോയി. അദ്ദേഹം തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ് ആ സൗകര്യം കൊണ്ട് പോയി ഒത്തിരി ടെസ്റ്റ് നടത്തി. ഒത്തിരി ടെസ്റ്റ്, നല്ല തുക വരും എനിക്കറിയാം, ഞാൻ കരുതിയാൽ പോയതും. ഏതായാലും എല്ലാം കഴിഞ്ഞിട്ട് മരുന്നെല്ലാം കുറിച്ചിട്ട് ഞാൻ പേ ചെയ്യാൻ വേണ്ടി കൗണ്ടറിൽ ചെന്നപ്പോൾ നേഴ്സ് തന്നെ നോക്കിയിട്ട് പറഞ്ഞു 150 രൂപ 200 രൂപ ഡോക്ടർ ആദ്യത്തെ രജിസ്ട്രേഷൻ ഫീസ് മതി, ബാക്കിയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു. ഞാൻ ഓടി ഡോക്ടറെ എടുത്ത് ചെന്നു. ഡോക്ടറെ, എൻ്റെ ഇനിയും ആൾക്കാരുണ്ട് വരാൻ, അടുത്ത ആഴ്ച അടുത്ത ആളെയും കൊണ്ട് വരണം, എന്തോ ചെയ്യും? ഡോക്ടർ എന്നോട് പറഞ്ഞു പുള്ളിക്ക് MBBS അഡ്മിഷൻ കിട്ടിയത് ലേറ്റായിട്ടാണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കഴിഞ്ഞു കിട്ടാഞ്ഞോ കൊണ്ട് പുള്ളി BSc ജോയിൻ ചെയ്തു. അപ്പോഴത്തേന് ഗവൺമെൻറ് കുറച്ച് സീറ്റ് കൂട്ടി, അന്നേരം പുള്ളിക്കും കിട്ടി. അപ്പോൾ എൻ്റെ പപ്പ പുള്ളിയോടെ കണ്ടിട്ട് പറഞ്ഞു, അന്ന് മത്തമക്കാരനല്ല കുഞ്ഞെ, നിനക്ക് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് നമ്പുരാൻ ഡോക്ടറാക്കിയതാ, MBBS നീ വലിയ ഡോക്ടറൊക്കെ ആകുമ്പോൾ പാവങ്ങളെ ഒന്നും മറക്കല്ലെന്ന് പറഞ്ഞു. അദ്ദേഹം കുറിച്ചിട്ടു, ഡോക്ടറായ ആരെയും മറക്കരുത്, നീ കൊണ്ടുവന്ന ആൾ പാവമാ, ഡിസേർവാ എന്ന് ഞാനും ദൈവമായിട്ടുള്ള ബന്ധം. അപ്പോൾ കൊള്ളാൻ പറഞ്ഞു. ഞാനിങ്ങനെ പോന്നു. ആ പാവം പിടിച്ച സൗകര്യം വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയി. ഒരു 6 മാസം കഴിഞ്ഞ് ഈ സഹോദരിയുടെ വീട്ടിൽ ഞാൻ പോയി. അപ്പോൾ അവർ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക, ഞാൻ പുറത്തിരുന്നു. ഇവരെന്തോ അറിയുന്ന, ഡിസ്റ്റർബ് ചെയ്യേണ്ട, പ്രാർത്ഥിക്കുകയല്ലേ, ശ്രദ്ധിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തി. 6 മാസം കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അച്ചായം പ്രാർത്ഥിക്കുന്നു, ഡോക്ടറെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, ആൻറ്റി സ്തോത്രം ചെയ്യുന്നു, കൊച്ചിനെ കൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ഡോക്ടറെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ. ഡോക്ടറെ ആക്കിക്കൊണ്ട് തമ്പുരാൻ എന്താ റിട്ടേൺ? എന്താ റിട്ടേൺ? ഡോക്ടർ മുഖാന്തരം ദൈവത്തിന് എന്തോ വന്നു? സ്തോത്രം വന്നു. ഞാനും നിങ്ങളും മുഖാന്തരം നെടുവീർപ്പാണോ മേപ്പോട്ട് പോകുന്നേ? എത്ര വലിയ ആളാണേലും കീഴോട്ട് തലമുറകളിലോട്ട് ഒരനുഗ്രഹവും വരത്തില്ല. എന്നാൽ ഇന്നൊന്നും ഇല്ലയോ? സ്തോത്രം മേപ്പോട്ട് പോകട്ടെ, നിലനിൽക്കുന്ന ശാശ്വതമായ അനുഗ്രഹങ്ങൾ വരും. ഏതെങ്കിലും നെടുവീർപ്പ് ആർക്കെങ്കിലും സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലാകട്ടെ, ബന്ധുതയിലാകട്ടെ, പാഷന്മാർക്കാകട്ടെ, ഇന്ന് രാത്രി അവർ ജീവിച്ചിരിക്കുന്നത് പോയി ഏറ്റുപറയണം. ആർക്കെങ്കിലും നെടുവീർപ്പ്, അത് അമ്മച്ചിയോടാകട്ടെ, മരിക്കുന്നതിന് മുമ്പ് രഞ്ജിപ്പിക്കണം, മരുമോളോടാകട്ടെ, നിരപ്പി പ്രാപിച്ചോണം എന്നല്ലെങ്കിൽ സ്തോത്രമല്ല, നെടുവീർപ്പ് പോയിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അവരോട് പോയി പ്രായശ്ചിത്തം നടത്തണം. അതല്ല, അവർ മരിച്ചു പോയെങ്കിൽ ദൈവത്തോട് പറയണം, കണ്ണടച്ചേ, നെടുവീർപ്പോ സ്തോത്രമോ, അവിശ്വാസമോ വിശ്വാസമോ? ചെറിയ കാര്യങ്ങളായി നെടുവീർപ്പ് ഉയരുന്നത്. ഒരു പെൺകുട്ടി വരിക, മിടുക്കി പെൺകുട്ടിയാ, ഒരു പ്രായമുള്ള ദൈവദാസൻ നിൽക്കുക. ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഇടീ കുഞ്ഞെ, ഈ ദൈവദാസൻ നിന്നെ ഓർത്ത് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കറിയാം, എനിക്കൊരു കാര്യമില്ല, ഇദ്ദേഹത്തിനൊരു സന്തോഷമായിക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നിന്നെ ഓർത്ത് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. എടുത്ത വൈകി കൊച്ചു പറയുക, പ്രാർത്ഥിക്കുന്നവരങ്ങ് പ്രാർത്ഥിച്ചാൽ പോയി, പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? ആ ദേവദാസൻ സ്കൂട്ട് എടുത്തുകൊണ്ട് പോയി. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പുറകെ പോയി. ഞാൻ ആ മുറി ചെന്നപ്പോൾ കമന്ന് കിടക്കുക കട്ടിലെ, ഒറ്റ വാക്ക് അയാൾ ചുരുണ്ടുപോയി. കൊച്ചുമോടെ പ്രായമില്ല. പിന്നെ ഉണ്ടായതൊന്നും ഞാൻ പറയുന്നില്ല, കണ്ണടച്ചേ. പിന്നെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുന്നില്ല, നെടുവീർപ്പ് പൊങ്ങരുത്, ഒറ്റ മനുഷ്യന് നെടുവീർപ്പ് കൊടുക്കരുത്. ഈ കത്തുദാസന്മാരോടൊക്കെ കയറി ചൂടായിട്ട് പോകുമ്പോഴുണ്ടല്ലോ, അവർ മിണ്ടത്തില്ല. അവർ മിണ്ടിപ്പോയാൽ പിന്നെ അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരുടെ മക്കളാരെങ്കിലും വന്നാൽ നമ്മൾ പറയും കഴിക്കണം, മണ്ടരായതുകൊണ്ടല്ല, പക്ഷെ പോയി കിടന്ന് ഇടുന്ന നെടുവീർപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, ആർഷപ്രശ്നം കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കുറേ കണ്ടു, പ്രായം കുറവാണെങ്കിലും ഒത്തിരി കണ്ടു. കണ്ണടച്ചേ. ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഭയപ്പെടുത്താൻ നിൽക്കുകയല്ല കേട്ടോ, ഞാൻ സമാധാനം പറയല്ലേ. എങ്കിലും ദൈവവചനത്തിന് മുമ്പിൽ ഒരു ചെറിയ അസ്വസ്ഥത വേണ്ടേ? കംഫർട്ടിങ് അല്ല കേട്ടോ ദൈവവചനം, ഡിസ്റ്റർബ് ചെയ്യണം. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഫാദർ അച്ഛൻ പറഞ്ഞൊരു സംഭവമാണ്. അച്ഛൻ ശുശ്രൂഷിക്കുന്ന ആ പട്ടത്തെ സഭയിലെ എപ്പിസ്കോപ്പൽ ചർച്ച മാമോദീസ അച്ഛൻ പറഞ്ഞൊരു സംഭവമാണ്. അദ്ദേഹം നിൽക്കുന്ന പള്ളിയൊക്കെ ഇടവകയുമായിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരു സംഭവം. അപ്പോൾ 2 വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഒരു രാത്രിയിൽ ഏതോ മാമോദീസ നടക്കേണ്ട സമയത്ത് മറ്റേ വീട്ടുകാർ ആരാണ്ട് രാത്രി ഇറങ്ങിയിട്ട് ഈ മാമോദീസ തട്ടിലിൽ വെളിക്കിറങ്ങി. അതോടുകൂടി മാമോദീസ മുടങ്ങി. നമ്മൾ ശിശാനത്തിൽ വിശ്വസിക്കുന്നില്ല കോട്ടെ, പക്ഷേ പിന്നെ ആരും കഴുകിക്കളഞ്ഞെങ്കിലും ആ പള്ളിയിൽ മാമോദീസ മുക്കാതായി. അന്നുണ്ടായിരുന്ന തിരുമേനി താമസ ശ്രേഷ്ഠന, അങ്ങനെയുള്ള തിരുമേനിമാരുണ്ടായിരുന്നു, ഭയങ്കര താമസരുണ്ടായിരുന്നു. ഭക്തനും താമസനുമായ ആ മനുഷ്യൻ വന്നിട്ട് ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി സ്വന്തം കൈകൊണ്ട് ഈ മാമോദീസ തൊട്ടിൽ കഴുകിയിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ചു. എന്നിട്ട് വെള്ളം കോരി കുടിച്ചു, മുട്ട കുത്തി ഇന്ന് വെള്ളം കോരി കുടിച്ചു. അതിൽ പിന്നാണ് മാമോദീസ പള്ളി ചെയ്യാൻ തുടങ്ങി. ഞാൻ കേട്ട സംഭവം, വർഷങ്ങളായിട്ടും ആ വീട്ടിൽ ആർക്കെങ്കിലും മലദ്വാരത്തിൽ ക്യാൻസർ കാണും. നെടുവീർപ്പാ, മുട്ടുകുത്തി ഇന്ന് കൈ കഴുകി ഈ തിരുമേനി വെള്ളം കോരി കുടിച്ചപ്പോഴേ, പ്രിയരെ, ഒറ്റ ജീവിതമേ ഉള്ളൂ, ഒന്നുകൂടില്ല, പരീക്ഷിക്കാനൊക്കത്തില്ല. എന്നെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന നിലവാരത്തിൽ ഒന്നും വിനയപ്പെടാൻ, സ്നേഹിച്ചൊന്ന് സമ്പുഷ്ടമാകാൻ. എന്നിട്ടോ പോകുമ്പം പറയണം, 33കാരൻ എൻ്റെ ഗുരു, വെറും 33 വയസ്സുള്ളായിരുന്നു. പക്ഷെ പോകാൻ നേരത്ത് പറഞ്ഞ എന്താണെന്നറിയാമോ? ടെലസ്റ്റായി.
ആരോടും പിണക്കിയില്ല, ആരോടും വഴക്കുണ്ടാക്കിയില്ല. പിതാവേ ക്ഷമിക്കണമേ, തെറ്റലസ്റ്റായി. പ്രായം 33. അതാ എൻ്റെ ഗുരു. കണ്ണടച്ച്. കുഞ്ഞുമക്കളെ, അപ്പൻ്റെ അമ്മയുടെ നെടുവീർപ്പുണ്ടോ? ദേഷ്യം വരുമ്പോൾ തള്ളേ തള്ളേ എന്നൊക്കെ പറഞ്ഞ് ചാടി ചെന്നിട്ടുണ്ടെങ്കിൽ ആ തള്ളയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞോണം മരിച്ചു പോകുന്നതിന് മുമ്പ്. എല്ലാം യേശുവിനെ നോക്കിയാൽ മതി. ക്ഷമ കിട്ടാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ, യേശുവിൻ്റെ സ്ഥലം. കുരിശിൻ്റെ ചവിട്ടി വന്നിട്ട് പറയണം. അപ്പോൾ കൊലോസ്ലേഖനത്തിൽ ഒരു വാക്ക് സംഭവിക്കും, നിനക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്ത് മായ്ക്കും. ക്രൂശിന്മേൽ കാണുന്ന ആരിതാ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പാപത്തെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന എല്ലാ പാപത്തോടും വിട പറഞ്ഞേ, രഹസ്യ പാപങ്ങളോട് വിട പറഞ്ഞേ. പോകുമോ പാപത്തെ സ്നേഹിപ്പാൻ ദൈവത്തെ പൈതലാ ദൈവത്തെ പിതാവെ പ്രാർത്ഥിക്കുന്നു, സഹായിച്ചോണേ. കുറച്ചുകൂടെ സ്നേഹിച്ച് ജീവിതം ജീവിക്കുവാൻ, വിശ്വസിച്ച് ജീവിക്കുവാൻ, യേശു ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ യേശുവിനെ ആശ്രയിച്ച് ജീവിപ്പാൻ, ദൈവത്തെ മനുഷ്യനെ സ്നേഹിച്ച് ജീവിപ്പാൻ, ആർക്കും നെടുവീർപ്പ് വരുന്ന ഒന്നും സമ്മാനിക്കാതെ കർത്താവെ ഞങ്ങളെ ഓർക്കുന്നവർ സ്തോത്രം ചെയ്യത്തക്കോണം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ റെഫറൻസിനെ ഒന്നുകൂടെ ഒന്ന് മിനുസപ്പെടുത്തുവാൻ. വളഞ്ഞതെല്ലാം ചൊവ്വാകട്ടെ, ഉയർന്നതെല്ലാം താണു വരട്ടെ, താഴ്ന്നതെല്ലാം നികന്നു വരട്ടെ. കർത്താവിന് പോകാൻ ഒരു പെരുവഴിയായി മാറുവാൻ, സ്മൂത്തായ ഒരു പെരുവഴിയായി മാറുവാൻ, ഗട്ടറുകളും വളവുകളും കർത്താവെ റെഫറൻസും ഇല്ലാത്തൊരു പെരുവഴിയായി നിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഒറ്റ കാര്യമേ ഞങ്ങൾക്ക് കർത്താവ് ഇവിടെ നിക്ഷേപിക്കാനുള്ളൂ, സ്നേഹം. സ്നേഹിച്ച് ജീവിച്ച് അങ്ങയിൽ മറിയുവാൻ സ്നേഹമാ നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് കഴിയണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.